സ്തോത്രം. Okay, listen. We are talking about the fullness of God. ദൈവത്തിന്റെ പൂർണ്ണതയെ പറ്റി നമ്മൾ പഠിക്കുകയാണ്. And why I took so much of time singing songs and all that is to get you into receiving something. ആമേൻ. ചിലത് പ്രാപിക്കാൻ വേണ്ടി നിങ്ങളെ ഒരുക്കുകയായിരുന്നു. Amen. സ്തോത്രം. Are you ready to receive something? ചിലത് പ്രാപിക്കാൻ ഒരുക്കമാണോ? Hallelujah. സ്തോത്രം. In the comfort of your seats, are you ready to receive something? ആമേൻ. നിങ്ങളുടെ നല്ല സ്വസ്ഥമായിട്ടുള്ള സീറ്റിൽ നിങ്ങൾ പ്രാപിക്കാൻ ഒരുക്കമാണോ? Amen. സ്തോത്രം. Then kindly turn with me to the book of Colossians. ദയവായി കൊലോസ്യ ലേഖനത്തിലേക്ക് നമുക്ക് തിരിയാം. We're going to see something amazing which God has done in Christ Jesus. ക്രിസ്തു യേശുവിൽ നമുക്ക് വേണ്ടി ചെയ്ത ഒരു അത്ഭുതകരമായ കാര്യത്തെ കാണാം. If you will turn with me to Colossians 1:19. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം നോക്കാം. It says, for it pleased the Father that in him should all fullness dwell. അവന്റെ സർവ്വസമ്പൂർണ്ണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സകലം തന്നെ കൊണ്ട് നിരപ്പിക്കാനും പിതാവിന് പ്രസാദം തോന്നി. Every word in the Bible is honey. ഈ തിരുവചനത്തിലെ ഓരോ വാക്കുകളും മേൽത്തരമേറിയ തേനിലും മേൽത്തരമേറിയതാണ്. The more we meditate on it, the more honey comes out of it. ആമേൻ. നമ്മൾ അതിനെ ധ്യാനിക്കുന്ന അനുസരിച്ച് അധികം അതിന്റെ ആ സത്ത് അല്ലെങ്കിൽ ഹണി നമുക്ക് കിട്ടും. One verse in the Bible is enough to take you through the entire life. Did you know that? ആമേൻ. നിങ്ങൾക്കറിയാമോ നമ്മുടെ ജീവിതം മുഴുവൻ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവത്തിലെ ഒറ്റ വാക്യത്തിന് സാധിക്കും. So powerful is the word of God. അത്ര ശക്തിയേറിയതാണ് ദൈവവചനം. And the word of God is potent in itself. ആമേൻ. ആ ദൈവവചനം അതിൽ തന്നെ പൂർണ്ണതയുള്ളതാണ്. The word of God doesn't need a support. The word of God does not need a sponsor. The word of God is strong in itself. ആമേൻ. ദൈവവചനത്തിനെ മറ്റാരും താങ്ങേണ്ട ആവശ്യമില്ല, അതിനാരും സ്പോൺസർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് തന്നിൽ തന്നെ പരിപൂർണതയുണ്ട്. That word is inside you. ആ വചനമാണ് നമ്മുടെ ഉള്ളിലുള്ളത്. If you're born again, that word is inside you. നമ്മൾ വീണ്ടും ജനിച്ച അതേ വചനമാണ് What നമ്മുടെ a ഉള്ളിൽ. glorious thing it is to be born again. ഓ, വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ എത്ര തേജസ്സേറിയ അനുഭവം. It has the very essence of Christ in you. അതിന്റെ അർത്ഥം ക്രിസ്തു തന്നെ നമ്മുടെ ഉള്ളിൽ വരിക എന്നാണ്. God himself is in you. ദൈവം തന്നെ നമ്മുടെ ഉള്ളിൽ വരിക. Oh, turn to your neighbor and say, God is in me. ഓ, അടുത്ത ആളോട് പറഞ്ഞേ, ദൈവം എന്റെ ഉള്ളിലുണ്ട്. If you are born again, God is in me. ഞാൻ വീണ്ടും ജനിച്ച വ്യക്തിയാണ്, ദൈവം എന്റെ ഉള്ളിലുണ്ട്. Hallelujah. 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 God is in me. ദൈവം എന്നിലുള്ള. Amen. ആമേൻ. What do you mean by God in you? ദൈവം നിങ്ങളിൽ എന്ന് പറഞ്ഞ എന്താണ് അർത്ഥം? In the beginning was the word. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. The word was with God. വചനം ദൈവത്തോട് കൂടെയായിരുന്നു. And the word became flesh. The word was God. ആ വചനം ദൈവമായിരുന്നു. That God who was with God is in you. ആമേൻ. ദൈവത്തോട് കൂടെ ഇരുന്ന വചനമായ ആ ദൈവം നിങ്ങളുടെ ഉള്ളിൽ. Jesus Christ, the word of God, is in you. ഓ, ദൈവ വചനമാകുന്ന യേശുക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട്. When you are born again, നിങ്ങൾ വീണ്ടും ജനിച്ചപ്പോൾ the word of God is in you. ഓ, ക്രിസ്തുവിന്റെ വചനം, ദൈവത്തിന്റെ വചനം നിങ്ങളിലുണ്ട്. James chapter 1 verses 20 tells me that the word of God is in us. ആമേൻ. യാക്കോബിന്റെ 1:20 നമ്മോട് പറയുന്നു ദൈവത്തിന്റെ വചനം നമ്മളിലുണ്ട്. I will come back to this, but let us go as the Holy Spirit takes us. Amen. പരിശുദ്ധാത്മാവ് നയിക്കുന്നതുപോലെ നമുക്ക് മുന്നോട്ട് പോകാം. James 1:20, not 20. Pastor doesn't know the Bible. It says, receive the implanted word with meekness. Amen. James 1:20, 21, 22, somewhere there. Yeah, Amen. thank Amen. you. Pastor knows the Bible. Amen. Pastor knows the part of the Bible. Wherefore, lay apart all filthiness and superfluity of naughtiness, and receive with meekness the engrafted word. ആമേൻ. ആമേൻ. ഉൾനട്ടതായ ദൈവവചനം എന്ന് വായിക്കുന്നു. The engrafted word. നമ്മുടെ ഉള്ളിൽ നടപ്പെട്ടിരിക്കുന്ന വചനം. That word gets into you. I'm going to use a natural, I'll use a natural thing, okay? സ്വാഭാവികമായിട്ടൊരു ഉപമ പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കാം. Amen. സ്തോത്രം. Which is a good way to use an analogy there. Can I use the baby part? You all know how babies are born. നിങ്ങൾക്ക് അറിയാമല്ലോ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. Amen. Praise God. How is a baby born in the womb of a mommy? You all know that. ഒരു അമ്മയുടെ ഉദരത്തിൽ എങ്ങനെയാണ് കുഞ്ഞ് ഉരുവാകുന്നത്? Amen. സ്തോത്രം. Similarly, അതുപോലെ തന്നെ the seed of the word of God ദൈവവചനത്തിന്റെ വിത്ത് gets into your heart. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നു. Amen. Praise God. And the Holy Spirit പരിശുദ്ധ ആത്മാവ് and the word of God ദൈവവചനം together creates together imparts, not creates, imparts a new creation into your spirit being. ആമേൻ. പരിശുദ്ധാത്മാവും ദൈവവചനവും ചേർന്ന് നമ്മുടെ ആത്മാവിന്റെ ഉള്ളിൽ ഒരു പുതിയ സൃഷ്ടിയെ ഉരുവാക്കുന്നു. You are born again. അങ്ങനെ നിങ്ങൾ വീണ്ടും How ജനിക്കുന്നു. many are born again people are here? എത്ര വീണ്ടും ജനിച്ചവർ ഇവിടെയുണ്ട്? The Bible says unless you are born again you will not enter the kingdom of God. ദൈവവചനം പറയുന്നു വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം നിങ്ങൾ കടക്കയില്ല. Hallelujah. ഹല്ലേലൂയ. Now some people teach that
baptism in water and being born again, they're mixed together. I want the church to know they should not be mixed together. ആമേൻ. ചിലർ ഈ വീണ്ടും ജനനത്തെയും സ്നാനത്തെയും ഒന്നിച്ച് കൂട്ടിക്കൊടിക്കാറുണ്ട്. രണ്ടും കൂടെ കൂട്ടിക്കൊടിക്കുന്നില്ല, രണ്ടും വ്യത്യസ്തമായ കാര്യം. Being born again is the Holy Spirit and the Word of God coming inside you. ആമേൻ. വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവും ദൈവവചനവും നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്നതാണ്. If you have the Holy Spirit inside you, you will be led into waters of baptism. You will not have a doubt. ആമേൻ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, നിങ്ങൾ യഥാർത്ഥ വീണ്ടും ജനിച്ച വ്യക്തിയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്ഥാനത്തിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾക്ക് ഒരു സംശയവും കാണത്തില്ല. Hallelujah. ഹല്ലേലൂയ. Okay, so people of God, we have God in us. ഓർക്കുക, ദൈവം നമ്മളിലുണ്ട്. When we say God is in us, that is the meaning. ആമേൻ. ദൈവം നമ്മളിലുണ്ടെന്ന് പറയുമ്പോൾ അതാണ് അതിന്റെ അർത്ഥം. But before God came into us, God lived completely in another person. ആമേൻ. ദൈവം നമ്മളിൽ വസിക്കുന്നതിന് മുമ്പ് ദൈവം വേറൊരു വ്യക്തിയിലാണ് പൂർണ്ണമായി വസിച്ചിരുന്നത്. That is what we read in Colossians right now. അതാണ് കൊലോസ്യ ലേഖനത്തിൽ ഇപ്പോൾ വായിച്ചത്. Go back to Colossians 1:10. ഇനി കൊലോസ്യ 1:10 നോക്കാം. I love even to speak this word. ഈ വചനം ഒന്ന് പറയുന്നത് പോലും എനിക്ക് ആനന്ദമാണ്. It pleased the Father that in Him, in Christ, all fullness must dwell. ആമേൻ. യേശു ക്രിസ്തുവിൽ ദൈവത്തിന്റെ സകല പൂർണ്ണതയും വസിക്കുവാൻ പിതാവിന് വലിയ പ്രസാദമായി. Then in chapter 2 verses 9. 2:9 വായിക്കുന്നു. Oh, see what it says there. Praise God. Chapter 2 verses 9. For in Him dwells all the fullness of the Godhead bodily. ആമേൻ. അവനല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നത്. The Father, പിതാവായ ദൈവം, the Son, പുത്രനായ and the ദൈവം, Holy Spirit പരിശുദ്ധാത്മാവ് dwells in His body. ആമേൻ. ഇത് പൂർണ്ണമായിട്ടും യേശുവിന്റെ ശരീരത്തിൽ വസിക്കുന്നു. Who was that person? ആരാണ് ഈ വ്യക്തി? His name is Jesus. ആ വ്യക്തിയുടെ പേരാണ് യേശു. Hallelujah to the Hallelujah. Lamb. Before Jesus, യേശുവിന് മുമ്പ് a little bit of God was on Abel. ആമേൻ. ഒരു ഭാഗികമായി ദൈവത്തിന്റെ ഒരു ഭാഗം ആബേലിലുണ്ട്. Amen. Praise God. Can God come upon people like that? അങ്ങനെ ആളുകളുടെ മേൽ ദൈവത്തിന്റെ ഒരു ഭാഗം വരാൻ പറ്റുമോ? Do you think God will do part things? അങ്ങനെ ഭാഗമായിട്ട് ദൈവം ചെയ്യുമോ? What do you think? നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? No. ഇല്ല. God was actually upon them, but they could not realize it or understand it or come to a revelation of it. ആമേൻ. ദൈവം അങ്ങനെയല്ല ആഗ്രഹിച്ചത്. ദൈവം പൂർണ്ണമായിട്ട് അവരിൽ ഉണ്ടായിരുന്നു, പക്ഷെ പൂർണ്ണമായിട്ട് അതിനെ ഉൾക്കൊള്ളുവാൻ മനസ്സിലാക്കുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. Except a man came who was God Himself. കാരണം ദൈവം തന്നെ മനുഷ്യനുമായിട്ട് ആയി അവതരിച്ചു വരുന്നത് വരെ മറ്റാർക്കും അങ്ങനെ ചെയ്യുവാൻ The കഴിഞ്ഞില്ല. more you become like Jesus, the more you will be able to understand God. ആമേൻ. നിങ്ങൾ യേശുവിനെ പോലെ എത്ര അധികമാകാൻ കഴിയുന്നു അത്രത്തോളം ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കാൻ Now സാധിക്കും. Abel was not completely like Jesus. ആമേൻ. ആബേൽ ക്രിസ്തുവിനെ പോലെ പൂർണ്ണനായിരുന്നില്ല. He had some revelation of worship, ആരാധനയെ പറ്റി അദ്ദേഹത്തിന് അല്പം വെളിപ്പാടുണ്ടായിരുന്നു. and he went by that revelation. ആ കിട്ടിയ വെളിപ്പാടിനനുസരിച്ച് അദ്ദേഹം പോയി. People, let me tell you something. If you have a revelation of God, go by that revelation. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ പറ്റി നിങ്ങൾക്ക് ഒരു വെളിപ്പാടുണ്ട്, അതിനനുസരിച്ച് പോകണം. Don't go back. മടങ്ങി പോകരുത്. Oh, church, here, listen. അല്ല, ശ്രദ്ധിക്കുക. We believe that Jesus Christ has completed on the cross. നമ്മൾ വിശ്വസിക്കുന്നു യേശു ക്രിസ്തു കാൽവരിയിൽ തന്റെ പ്രവൃത്തി തികച്ചു. If somebody comes and teaches otherwise, don't listen. ആമേൻ. മറ്റൊരു വിധത്തിൽ ആരെങ്കിലും വന്ന് നിങ്ങളെ പഠിപ്പിച്ചാൽ അത് വിശ്വസിക്കരുത്. It is finished on the cross. കാൽവരിയിൽ അത് നിവർത്തിക്കപ്പെട്ട് കഴിഞ്ഞു. Everything is finished on the cross. എല്ലാം യേശു നിവർത്തിച്ചു കഴിഞ്ഞു. Oh, hallelujah. ആമേൻ, ആമേൻ. Everything. എല്ലാം പൂർത്തീകരിച്ചു. It is fulfilled on the cross. എല്ലാം പൂർത്തീകരിക്കപ്പെട്ടു. Everything that God needs to do to take you to heaven has been fulfilled on the cross. സ്വർഗ്ഗത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും കൊണ്ട് എത്തിക്കാൻ എന്തെല്ലാം ആവശ്യമായിരുന്നു അത് മുഴുവൻ ക്രിസ്തുയേശുവിൽ കൂടി കാൽവരിയിൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. Do not let anybody tell you you have to do something outside of Christ. അതിനപ്പുറമായി ക്രിസ്തുവിന് അപ്പുറമായി നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് ആരും നിങ്ങൾ പഠിപ്പിക്കാൻ ഇടയാകരുത്. That is a revelation. ഇതൊരു വെളിപ്പാടാണ്. That is an understanding. അതൊരു തിരിച്ചറിവാണ്. Hallelujah. ഹല്ലേലൂയ. 40 days of fasting will not take you to heaven. 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നമ്മളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകത്തില്ല. 40 days of fasting and prayer is for us to enjoy the presence of Almighty God. സർവ്വശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാനുള്ള ഒരു അവസരമാണ് ഈ ഉപവാസ പ്രാർത്ഥന. Some of us took a vacation with God. നമ്മളിൽ പലരും ദൈവത്തോടൊപ്പം ഇരിക്കാൻ ഒരു വെക്കേഷൻ എടുത്തു. And I am hearing and I also believe that the church is going to change. ആമേൻ, ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ കേൾക്കുന്നു, സഭ മാറാൻ പോവുകയാണ്. God, more people. അനേകരെ കർത്താവ് അയക്കാൻ പോകുന്നു. Changed lives. ജീവിതങ്ങൾ രൂപാന്തരപ്പെടുകയാണ്. How many of you like to see not only more people but changed lives? ആമേൻ. കൂടുതൽ ആളുകളെ മാത്രമല്ല, ആളുകൾ കർത്താവിനാൽ രൂപാന്തരപ്പെടുന്നത് കാണാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? A new hall.
പുതിയൊരു ആലയം, more convenience, അധിക സൗകര്യങ്ങൾ, more outreaches for us, ആമേൻ, പുറത്തോട്ട് ഇറങ്ങാനുള്ള വഴികൾ, a new training place. ഒരു പുതിയ ട്രെയിനിങ് സ്ഥലം. God is good. ദൈവം നല്ലവൻ. Hallelujah. Hallelujah. But these things are not going to take us to heaven. എന്നാൽ ഇതുകൊണ്ടൊന്നും നമ്മൾ സ്വർഗ്ഗത്തിൽ പോകത്തില്ല. Amen. ഹല്ലേലൂയ. We are going because Jesus has already gone for us. ആമേൻ. യേശു നമുക്കായി പോയി, അതുകൊണ്ട് നമ്മൾ സ്വർഗ്ഗത്തിൽ പോകും. Hallelujah. Praise God. So there was Abel understood only about the worship of God. ആമേൻ. ഹാബേലിന് ദൈവത്തിന്റെ ആരാധനയെ പറ്റി മാത്രമേ അല്പം മനസ്സിലായുള്ളൂ. Hallelujah. Praise God. Then came Enoch. അതിനുശേഷം ഹാനോക്ക് വന്നു. Enoch had a revelation of Abel's worship, ആമേൻ. ഈ ഹാബേലിന്റെ ആരാധനയെ പറ്റി ഹാനോക്കിന് ഒരു വെളിപ്പാടുണ്ട്. but again he went further. അവിടെ നിന്നില്ല, അത് കുറച്ചുകൂടെ മുന്നോട്ട് പോയി. He walked with God. ദൈവത്തോടൊപ്പം അതേ നടന്നു. He had a revelation that you could walk with God. ആമേൻ. അദ്ദേഹത്തിന് കിട്ടിയ വെളിപ്പാട്, എനിക്ക് ദൈവത്തോടൊപ്പം നടക്കാൻ കഴിയും. I have a revelation that God can speak to you. You can walk with Him. You can talk to Him. How many of you have that revelation? ആമേൻ. ആമേൻ. നിങ്ങൾ എത്ര പേർക്ക് ഈ വെളിപ്പാടുണ്ട്? ദൈവം നമ്മോട് സംസാരിക്കാൻ പറ്റും. നമുക്ക് സംസാരിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും, ദൈവം നമ്മളെ കാണിക്കും. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ആനോക്കിനെക്കാട്ടി ദൈവം തന്നിട്ടുണ്ട്. This church came from a revelation which I had because God and I walked together. ആമേൻ. ദൈവത്തോടൊപ്പം നടന്നപ്പോൾ ദൈവം തന്ന ഒരു വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സഭ ഇപ്പോൾ ഉരുവായിരിക്കുന്നത്. What came into my heart എന്റെ ഹൃദയത്തിൽ വന്ന ചിന്ത is what now God is prophesying through the people of God. ആമേൻ. അതേ കാര്യമാണ് ദൈവജനത്തിൽ കൂടി ദൈവദാസന്മാർക്ക് ദൈവം പ്രവചിക്കുന്നത്. Hallelujah. സ്തോത്രം. People ദൈവമക്കളെ, have a revelation that you can walk with God. ദൈവത്തോടൊപ്പം നടക്കാൻ കഴിയുമെന്നുള്ള ഒരു വെളിപ്പാട് നമുക്ക് ഇന്ന് പ്രാപിക്കാം. Hallelujah. ഹല്ലേലൂയ. Now many people live with their minds. അനേകർ അവരുടെ മനസ്സിന്റെ ചിന്തയ്ക്കനുസരിച്ച് ജീവിക്കുന്നത്. They are always preoccupied in thoughts. അവരുടെ ചിന്തകളാണ് അവരെ ഭരിക്കുന്നത്. That is not walking with God. അതല്ല ദൈവത്തോടൊപ്പം നടക്കാന്ന് പറഞ്ഞാൽ. That is, these people are withdrawn from all the things of the world. They don't want to face the world. They say, me and my Jesus, we are always okay. No, that is not walking with God. ആമേൻ. ലോകത്തെ ഭയപ്പെട്ടിട്ട് ഞാനും എൻ്റെ യേശു എന്ന് പറഞ്ഞിട്ട് ഓടി ഒളിക്കുന്ന അനുഭവമല്ല ദൈവം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. If you really are walking with God, നിങ്ങൾ ദൈവത്തോടൊപ്പം നടക്കുന്നെങ്കിൽ you will bear fruit. നിങ്ങൾക്ക് ഫലമുണ്ടാകും. That's a revelation. അതൊരു വെളിപ്പാടാണ്. I know I'm walking with God when my life begins to bear fruit. ആമേൻ. എൻ്റെ ജീവിതത്തിൽ ഫലമുണ്ടാകുമ്പോൾ ഞാൻ ദൈവത്തോടൊപ്പം നടക്കുന്നു എന്നുള്ളൊരു തെളിവാണത്. Hallelujah. ഹല്ലേലൂയ. Abraham had that revelation. Enoch had that revelation. ഹാനോക്കിന് ആ വെളിപ്പാടുണ്ടായി. Abraham had another revelation. അബ്രഹാമിന് വേറൊരു വെളിപ്പാടാ കിട്ടി. Abraham was called out by God specifically. ആമേൻ. വ്യക്തിപരമായി ദൈവം വിളിച്ചിറക്കിയ ഒരു വ്യക്തിയാണ് അബ്രഹാം. And God spoke to Abraham about blessings. അനുഗ്രഹത്തെ പറ്റി ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. It was Abraham who first heard, I will bless you. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു വാക്ക് ആദ്യമായിട്ട് വചനത്തിൽ കേൾക്കുന്ന അബ്രഹാമാണ്. Hallelujah. Praise God. Isaac had another revelation. ഇസാഖിന് വേറൊരു വെളിപ്പാടുണ്ടായി. Added to all the other revelations of God, Isaac had one more revelation. ഈ പറഞ്ഞ വെളിപ്പാടിനേക്കാളൊക്കെ ഉപരിയായി ഇസാഖിന് ഒരു വെളിപ്പാട്. What was that revelation? എന്തായിരുന്നു അത്? The God of my father is my God also. എൻ്റെ പിതാവിന്റെ ദൈവം എൻ്റെ ദൈവമാണെന്ന് അദ്ദേഹത്തിന് വെളിപ്പാട്. Abraham did not have that revelation അബ്രഹാമിന് ആ വെളിപ്പാടില്ല. because Abraham's father never knew God. കാരണം അബ്രഹാമിന്റെ പിതാവിന് ഒരിക്കലും ദൈവത്തെ അറിയത്തില്ല. They were idol worshippers. അവര് വിഗ്രഹാരാധികളാണ്. But Abraham was called out. എന്നാൽ അബ്രഹാമിനെ വിളിച്ചു. Now Isaac has a better revelation. ഇപ്പോൾ ഇസാഖിന് ഒരു ശ്രേഷ്ഠമായ വെളിപ്പാടുണ്ട്. God said, I am with you. I am the God of your father Abraham. ആമേൻ. ദൈവം പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവമാണ്. This morning I am speaking to the next generation. ഞാൻ രണ്ടാം തലമുറയോട് സംസാരിക്കുക. Don't be satisfied with coming to the church. ഹല്ലേലൂയ. സഭയിൽ വരുന്നതുകൊണ്ട് തൃപ്തിപ്പെടരുത്. Have a revelation that the God of your fathers is your God also. Have a direct relationship with God. ഹല്ലേലൂയ. നിങ്ങളുടെ പിതാവിന്റെ ദൈവം, പിതാക്കന്മാരുടെ പിതാവിന്റെ ദൈവം നിങ്ങളുടെ ദൈവമാണ്. ആ ദൈവത്തിൽ നേരിട്ട് ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക. ഹല്ലേലൂയ. Even if your children are not sitting here right now, ഇപ്പൊ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ പോലും pray one thing. ഒരു കാര്യം പ്രാർത്ഥിക്കുക. Lord, let them be connected to you now and in eternity. കർത്താവേ, ഇപ്പോൾ മുതൽ നിത്യത വരെ നീയുമായിട്ട് അവർ ബന്ധമുള്ളവരാകട്ടെ. Can you pray? നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? I am not raising up a younger generation as a church generation. ആമേൻ. I am praying and raising up a Jesus generation. ആമേൻ. 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 പള്ളിഭക്തരായ ഒരു പുതിയ തലമുറയെ അല്ല ഞാൻ ഇവിടെ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. യേശുവിനെ അറിയാവുന്ന ഒരു തലമുറ ഇവിടെ എഴുന്നേൽക്കണമെന്നാണ് ഞാൻ നിങ്ങളെ Even children in the womb. ഉദരത്തിലുള്ള കുഞ്ഞുങ്ങൾ പോലും. I speak that God will raise up a young generation who knows Him. ആമേൻ. ആ ഉദരത്തിലുള്ള കുഞ്ഞുങ്ങളോട് പോലും പറയുകയാണ്, അവരോട് പ്രവചിക്കുകയാണ്, നിങ്ങൾ ദൈവത്തെ അറിയുന്ന ഒരു തലമുറയായി നിങ്ങൾ എഴുന്നേൽക്കുക. Children, don't fall in love with the chairs. ആമേൻ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ കസേരയുമായിട്ട് ബന്ധമുള്ളവരാകരുത്. Don't fall in love with the pulpit. പുൽപിറ്റിനെ സ്നേഹിക്കുന്നവരാകരുത്. Don't fall in love with the TV. ടിവിയെ സ്നേഹിക്കുന്നവരാകരുത്. Don't fall in love with any of these things. ഇതുപോലെ ഒന്നും സ്നേഹിക്കുന്നവരാകരുത്. Get connected to Jesus Christ. യേശുവുമായി ബന്ധമുള്ളവരാകുക.
That is, how many of you have that revelation? എത്ര പേർക്ക് ഈ വെളിപ്പാടുണ്ട്? Hallelujah. ഹല്ലേലൂയ. Be connected to Jesus. യേശുവുമായി ബന്ധപ്പെടുക. Even tell your generations, be connected to Jesus. നിങ്ങളോട് മാത്രമല്ല നിങ്ങളുടെ സമകാലികരോടും പറയുക. Some of you have babies in the womb. നിങ്ങളിൽ പലർക്കും ഉദരത്തിൽ കുഞ്ഞുങ്ങളുണ്ട്. Tell those babies in the womb in Jesus' name belong to Jesus. ആമേൻ. യേശുവിന്റേതായിരിക്കാൻ ആ കുഞ്ഞുങ്ങളോട് നിങ്ങൾ പറയുക. Some of you are yet not married. നിങ്ങൾ ചിലരും വിവാഹിതരായിട്ടില്ല. But prophetically declare, the children that I have shall serve the Lord Jesus. ആമേൻ. എന്നാൽ എനിക്കുണ്ടാകുന്ന തലമുറകൾ യേശുവിനെ സേവിക്കും. നിങ്ങൾ ആ തലമുറകളോട് ആ പ്രവചനാത്മാവിൽ പ്രഖ്യാപിക്കുക. Jacob had one more revelation. യാക്കോബിന് ഒരു വെളിപ്പാട്, An additional revelation. ഒരു വെളിപ്പാട് കൂടുതൽ കിട്ടി. Jacob found out that when you sleep, God can manifest himself as manifest angels, so he can see angels coming up and down. ആമേൻ. താൻ ഉറങ്ങുമ്പോൾ ആ ഉറക്കത്തിൽ സ്വപ്നത്തിൽ ദൂതന്മാരെ കാണാമെന്ന് അദ്ദേഹത്തിന്റെ വെളിപ്പാട് കിട്ടി. That revelation was never there for Isaac. ഇസ്ഹാക്കിന് അത് കിട്ടിയിരുന്നില്ല. Isaac never had that experience. ആ അനുഭവം ഇസ്ഹാക്കിനില്ല. Isaac heard God speaking to him. ആമേൻ. ഇസ്ഹാക്ക് ദൈവത്തിനോട് സംസാരിക്കുന്നത് കേട്ടു. But he did not see anything. എന്നാൽ അദ്ദേഹം ഒന്നും കണ്ടില്ല. Jacob sees. യാക്കോബ് കാണാനിടയായി. Hallelujah. Hallelujah. Jacob sees the faithfulness of God. ദൈവത്തിന്റെ വിശ്വസ്തത യാക്കോബ് കണ്ടു. What I like, the revelation of Jacob. യാക്കോബിന്റെ വെളിപ്പാടിൽ എനിക്ക് ഇഷ്ടമുള്ള എന്താണെന്നറിയോ? Even when he was notorious in his family, notorious in his father-in-law's family, notorious everywhere, still God kept the promise. That was awesome. ആമേൻ. താൻ വളരെ നല്ലവനായിട്ടൊന്നുമല്ല, താൻ കുപ്രസിദ്ധനായിരിക്കുന്ന ഒരു സമയത്ത് പോലും ദൈവം തന്നെ സ്നേഹിക്കുന്ന ഒരു വെളിപ്പാട് അദ്ദേഹത്തിന് കിട്ടി. ഇത് വലിയ ശ്രേഷ്ഠതയുള്ളതാണ്. That is good for all of us. അത് നമുക്ക് എല്ലാവർക്കും നല്ല വാഗ്ദത്തമല്ലേ? മലയാളത്തിൽ പറഞ്ഞ കയ്യിലിരിപ്പ് നല്ലതല്ലെങ്കിലും ആമേൻ. ദൈവം വാഗ്ദത്തം ചെയ്തതുകൊണ്ട് വല്ലതും ഒക്കെ നടക്കും. ആമേൻ. ഞങ്ങളെ കുറിച്ചല്ല പറഞ്ഞേ. ആമേൻ. I'm telling you generally, please understand, it's not about you, it's a picture of grace. Amen. It is not because we are good, but because he sent a word of promise. ഹല്ലേലൂയ. നമ്മുടെ നന്മയെ ആശ്രയിച്ചല്ല, ദൈവം നമ്മുടെ വാഗ്ദത്തം ഉള്ളത് കൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം നമുക്കുണ്ടാകും. Hallelujah. Hallelujah. It is because of God. ദൈവത്താൽ മാത്രമാണത്. How many of you have that revelation? എത്ര പേർക്ക് ഈ വെളിപ്പാടുണ്ട്? If you understand this revelation correctly, there will be peace in your homes. ആമേൻ. ഈ വെളിപ്പാട് ശരിക്കും മനസ്സിലായി നിങ്ങളുടെ ഭവനങ്ങൾ സമാധാനം കൊണ്ട് If നിറയും. you see things not going according to your desire at the moment, just say one word: the God of Jacob is my refuge. ആമേൻ. ആമേൻ. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന കാണുന്നില്ലെങ്കിലും നിങ്ങൾ ഈ വെളിപ്പാട് മനസ്സിലാക്കി പറയുക, യാക്കോബിന്റെ ദൈവം എന്റെ ദൈവമാണ്. ഹല്ലേലൂയ. You know why? എന്തുകൊണ്ടാണെന്ന് You അറിയാമോ? know the meaning of the word Jacob? യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? Jesus. ഹല്ലേലൂയ. Trickster, Ubai, trickster. ആമേൻ. ട്രിക്സ്റ്റർ or deceiver. You know how many people he defeated? I mean, how many people he cheated? എത്ര പേരെ അദ്ദേഹം കളിപ്പിച്ചു? He cheated his brother in the womb. ആമേൻ. ഹല്ലേലൂയ. തന്റെ സഹോദരനെ ഉദരത്തിൽ വെച്ച് തോൽപ്പിച്ചു. He cheated his elder brother in what do you call that? ജ്യേഷ്ഠാവകാശം സംബന്ധിച്ച്. Yeah, he cheated his brother. He cheated his father. അപ്പനെ കളിപ്പിച്ചു, സഹോദരനെ കളിപ്പിച്ചു. Is the net on there? Did you set it up? Okay, fine. It'll work. He cheated his uncle. തന്റെ അമ്മാവനെ ലാബാനെ കളിപ്പിച്ചു. In all this cheating, he succeeded. ആമേൻ. ഈ ഇത്രയും വരെ കളിപ്പിച്ചെങ്കിലും അദ്ദേഹം ഹല്ലേലൂയ പിന്നെ പ്രയോജനമുള്ളവനായി തീർന്നു. But in every place he cheated, he could not stand. ആമേൻ. എന്നാൽ എവിടെയൊക്കെ കളിപ്പിച്ചോ അവിടുന്ന് അദ്ദേഹം നേരെ നിൽക്കാൻ കഴിഞ്ഞില്ല. He cheated his father. പിതാവിനെ കളിപ്പിച്ചു. He did not stay 1 minute, he had to run. ആമേൻ. അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ കഴിയാതെ ഓടിപ്പോണ്ടി വന്നു. He cheated his father-in-law. അമ്മായിയപ്പനെ കളിപ്പിച്ചു. Before his father-in-law Laban came to know, he had to run. ആമേൻ. അമ്മായിയപ്പനെ ഇത് അറിയുന്നതിന് മുമ്പ് അവിടെ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു. I want to tell you something. ഒരു കാര്യം പറയട്ടെ. If God has blessed you, you don't have to run anywhere. ദൈവം നിങ്ങളെ യഥാർത്ഥത്തിൽ അനുഗ്രഹിച്ച് നമ്മൾ ഓടിപ്പോകേണ്ട That's a കാര്യം mark of godly blessing. ദൈവിക അനുഗ്രഹത്തിന്റെ പ്രത്യേകതയാണ്. Hello. Praise God. And now Jacob was the cheat of cheats. ഇപ്പം ഹല്ലേലൂയ വഞ്ചകന്മാരുടെ വഞ്ചകനാണ് ഇപ്പം. ആമേൻ. But see what happens. എന്നാൽ എന്താ നടക്കുന്നത്? God സ്തോത്രം. ദൈവം one day looked at Jacob. I'm imagining one day looked at Jacob. ഒരു ദിവസം ദൈവം യാക്കോബിനെ നോക്കി. And he said, my word is upon this guy. ഇവന്റെ മേൽ എന്റെ വചനമുണ്ട്, വാഗ്ദത്തം. Even if he's walking in a zigzag way, but my word is upon him. ഇവൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉടൻ നടക്കുകയാണെങ്കിൽ എന്റെ വചനം ഇവന്റെ മേലുണ്ടല്ലോ. All right, time for the word to work upon him. ആമേൻ. വചനം പ്രവർത്തിക്കാനുള്ള സമയമായി. All right, time for the word of God. My word will work. എന്റെ വചനം പ്രവർത്തിക്കാൻ പോകുന്ന സമയമായി. You know what happened? എന്ത് സംഭവിച്ചു? Wherever Jacob cheated, he got it back himself. ആമേൻ. എവിടെയൊക്കെ അദ്ദേഹം വഞ്ചിച്ചോ അതെല്ലാം അദ്ദേഹം തിരികെ കിട്ടി. Praise God. സമയമായപ്പോൾ ഹല്ലേലൂയ. Hallelujah. When Laban was chasing Jacob,
ലാബാൻ യാക്കോബിനെ പിന്തുടരുമ്പോൾ God went to Laban, not to Jacob. ആമേൻ ദൈവം ലാബാന്റെ അടുക്കല ചെന്നേ. What did God tell Laban? ദൈവം ലാബാനോട് എന്ത് പറഞ്ഞു? Don't touch him, leave him. Let him ആമേൻ go. ആമേൻ ഹല്ലേലൂയ. ഗുണമാകട്ടെ ദോഷമാകട്ടെ ഇവനോട് So ചെയ്യരുത്. Jacob was happy. അപ്പൊ യാക്കോബിന് He സന്തോഷം. said, he must have told a testimony. അദ്ദേഹം ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞാണ്, God is with me. ദൈവം എന്റെ കൂടെ ഉണ്ട്. Hallelujah. ഹല്ലേലൂയ. But still, I know he had no peace. എനിക്കറിയാം ഇപ്പോഴും അത് ഹൃദയത്തിനുള്ളിൽ സ്വസ്ഥതയില്ല. He was telling testimony. സാക്ഷ്യം പറയുന്നുണ്ട്, God is with me. നല്ല ദൈവം എന്റെ God കൂടെ took care of me. ദൈവം എന്നെ സൂക്ഷിച്ചു. Hallelujah. Hallelujah. But the real grace of God was coming to Jacob. എന്നാൽ യഥാർത്ഥ ദൈവകൃപ അദ്ദേഹത്തിൽ മേൽ വരികയാണ്. Hallelujah. Hallelujah. Now at the ford of Jabbok, എന്നാൽ യാക്കോബിന്റെ കടവിൽ suddenly Jacob heard a voice. ഒരു ശബ്ദം അദ്ദേഹം കേട്ടു. Your brother Esau is coming to greet you. ആമേൻ. നിന്റെ സഹോദരൻ ഏശാവ് 400 ആളുകളുമായി നിന്നെ ഗ്രീറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. Where did he start cheating? എവിടെയാണ് ഈ കളിപ്പീര് ആരംഭിച്ചത്? That person is coming to meet him. ആമേൻ. ആദ്യം കളിപ്പിച്ച പുള്ളി ഇപ്പൊ ഇദ്ദേഹത്തെ തിരികെ Where കാണാൻ. is Jacob standing? എവിടെയാണ് യാക്കോബ് He നിൽക്കുന്നത്? just had a prayer meeting. ഇപ്പൊ പ്രയർ മീറ്റിംഗ് He കഴിഞ്ഞേ took the ഉള്ളൂ. mic. മൈക്ക് എടുത്തു. I am so blessed. God took care of me. I cheated Esau, but God was with me. I cheated my father. God was with me. I cheated Laban. His faithfulness is great. God is so good. Now let us lift our hands and praise God. He said all this. Suddenly he heard a voice. Esau is on the way. Praise the Lord. വലിയ സാക്ഷിയൊക്കെ പറഞ്ഞ് വലിയ വീരകാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഞാൻ ഇന്നപോലൊക്കെ ചോദിച്ചു, ദൈവം എന്നോടുണ്ടായി. പക്ഷേ ഇപ്പൊ ഏശാവ് ഇങ്ങനെ വരുന്നെന്ന് കേട്ടപ്പോ കാറ്റങ്ങ് പോയി. Suddenly, Praise the Lord. suddenly Jacob said, in the name of Jesus, I rebuke Laban. Hallelujah. Allah, Esau. ഉടനെ അദ്ദേഹം പറഞ്ഞാണ്, യേശുവിന്റെ നാമത്തിൽ ഞാൻ എന്റെ സഹോദരനായ ഏശാവിനെ ഞാൻ റിബ്യൂക്ക് തർജ്ജമ But ചെയ്തു. he did not have the confidence to say that. എന്നാൽ അങ്ങനെ പറയാനുള്ള ഒരു ധൈര്യം അദ്ദേഹത്തിന് ഇല്ല. Church, shall I tell you something? ഞാൻ പറയട്ടെ, We all have an authority to speak the name of Jesus. ദൈവത്തിന്റെ വചനം യേശുവിന്റെ നാമം ഉപയോഗിക്കാൻ നമുക്ക് അധികാരമുണ്ട്. Do we പക്ഷേ really have that authority? ആമേൻ ആമേൻ അധികാരം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ അധികാരം ഉണ്ടോ? ധൈര്യം. You will know when the devil goes. Bijaji boy, നിങ്ങൾക്ക് അറിയാം. ആമേൻ ആമേൻ. If the devil go, you will understand you have that authority. You know why? എന്തുകൊണ്ടാണെന്ന് അറിയാമോ? Because God has to settle some things. ആമേൻ. ദൈവത്തിന് ചില കാര്യങ്ങളെ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. Grace is true. കൃപ സത്യമാണ്. If grace is true, കൃപ സത്യമാണെങ്കിൽ it overcomes all your drawbacks. എല്ലാ കുറവുകളെ അത് But അതിജീവിക്കും. I want to tell you, ഞാൻ പറയട്ടെ, there ആമേൻ. are days of reckoning with God. ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിക്കേണ്ട സമയങ്ങളുണ്ട്. You cannot live in the flesh, have your way, say grace. God is with me. It is true. God will take care of me. It is true. God will take care of everything. But remember, because of His word and promise upon you, there is a day of reckoning. ആമേൻ ആമേൻ ആമേൻ. ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേലുണ്ട്. ഇതെല്ലാം സത്യമാണ്. എന്നാൽ ദൈവമായിട്ട് പൂർണ്ണ നിരപ്പ് വരികയും നിങ്ങളുടെ ഉള്ളിൽ ധൈര്യം ഉണ്ടാകുന്ന ഒരു സമയമുണ്ട്. Grace കേട്ടാ മതിയായിരുന്നു. ഇത് കേൾക്കുന്നില്ല. Why we are hearing this? Why we are hearing this? This is also grace. ഇതും കൃപയാണ്. ആമേൻ. This is a part of grace which many people have not preached. അനേകർ പ്രസംഗിക്കാത്ത കൃപയുടെ ഒരു ഭാഗമാണിത്. Hallelujah. സ്തോത്രം. God suddenly let Esau come and meet Jacob. യേശാവ് യാക്കോബിനെ കാണാൻ ദൈവം അനുവദിച്ചു. Hallelujah. സ്തോത്രം. Amen. Hallelujah. What do you think happened there? അവിടെ എന്താണ് സംഭവിച്ചത്? It says, ഇങ്ങനെ when I saw you, I saw the face of God. ആമേൻ. God, Jacob says that. ആമേൻ. യാക്കോബ് യേശാവിനോട് പറയുകയാണ്, എന്റെ സഹോദരന്റെ മുഖം ഞാൻ ദൈവദൂതന്റെ മുഖം പോലെ കാണുകയാണ്. But before that, something happened. എന്നാൽ അതിനു മുമ്പ് ഒരു കാര്യം നടന്നു. That afternoon, ആ മധ്യാഹ്നം കഴിഞ്ഞ on സമയത്ത്, the first day of fasting prayer in Jacob's life, യാക്കോബിന്റെ ഇതിലെ ആദ്യത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ദിവസത്തിൽ, after 9 o'clock, pastor went home. ആമേൻ, 9 മണി കഴിഞ്ഞപ്പോൾ പാസ്റ്റർ വീട്ടിൽ പോയി. But Jacob was not happy യാക്കോബിന് തൃപ്തി വന്നു. because the fasting prayer is going on. After that, Esau is coming. ആമേൻ. ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ യേശാവ് വരുന്നത്. You know, he's a clever fellow. അദ്ദേഹം മിടുക്കനാണ്. He sent his wife and the children and everybody to the other side. ആമേൻ. കുഞ്ഞുങ്ങളെ ഭാര്യമാരെ എല്ലാം കടവിന് അക്കരെ കരുതി. Hallelujah. സ്തോത്രം. But he can't go. He can't move. എന്നാൽ അദ്ദേഹത്തിന് പോകാൻ തോന്നുന്നില്ല. He's standing there. അവിടെ നിൽക്കുക. That night, God begins to deal with Jacob in grace. ആമേൻ. ആ ദിവസത്തിൽ യേശു കൃപയിൽ, ദൈവം കൃപയിൽ യാക്കോബുമായി ഇടപെട്ടു. A battle. ഒരു യുദ്ധമുണ്ടായി. ഒരു യുദ്ധമുണ്ടായി. Finally, God allows Jacob to win. ആമേൻ. അവസാനം യാക്കോബ് ജയിക്കാൻ ദൈവം അനുവദിച്ചു. But before he does that, എന്നാൽ അതിനു മുമ്പായി God touches Jacob. ആമേൻ. ഹല്ലേലൂയ. ദൈവം യാക്കോബിന്റെ തുടയെ തൊട്ടു. That is really coming under the power of God. അത് ദൈവത്തിന്റെ ശക്തിയിൽ കീഴ്പ്പെടുന്ന അനുഭവം. I'm just trying to imagine what really happened there. അവിടെ എന്താ നടന്നത് ഞാനൊന്ന് ധ്യാനിക്കുക. You know, come here. സ്തോത്രം. Let's say this is Jacob. ഇത് യാക്കോബാണ്. Let's say this is the angel. ഇത് ദൂതനാണ്. Let's say the Jacob is fighting with the angel. ഇത് തമ്മിൽ യുദ്ധം ഉണ്ടാവുക. Come on, fight with me. Come on. ഹല്ലേലൂയ. What are you doing? Cycling? Fight with me, man. Hit me, man. ആ. You see, whatever he does, എന്തെല്ലാം ചെയ്തിട്ടോ, in this age and in this size, he can't push me down. ആമേൻ. ഹല്ലേലൂയ. ഈ ദൂതനെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല. But he's fighting with me. എങ്കിലും യുദ്ധം ചെയ്യുക. Finally, the angel lets him win.
എന്നാൽ അവസാനം ഈ ദൂതൻ യാക്കോബ് ജയിക്കാൻ But before he lets him win, ആമേൻ. എന്നാൽ ജയിക്കാൻ the അനുവദിക്കുന്നതിന് angel മുമ്പ് touches him. ഹല്ലേലൂയ, ദൂതൻ അവന് ഈ യാക്കോബിനെ തൊട്ടു. Hallelujah. സ്തോത്രം. And Jacob comes under the power of God. ഹല്ലേലൂയ, ദൈവശക്തിയാൽ യാക്കോബ് നിറയപ്പെട്ടു. Hallelujah. സ്തോത്രം. Praise God. You know why people come under the power of God? എന്തുകൊണ്ടാണ് ആളുകൾ ദൈവശക്തിയാൽ നിറയപ്പെടുന്നത്? Don't speak against the works of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ വിമർശിക്കരുത്. I know there are some buffoons taking the internet and writing clips, and please don't be part of it. Why do people come under the power of God? ആമേൻ. പരിശുദ്ധാത്മാവിനെ വിമർശിക്കുന്നതിന്റെ പ്രവൃത്തികൾ നമ്മൾ സാക്ഷ്യം വഹിക്കരുത്. How many of you have sometimes come under the power of God when ministers speak? ആമേൻ. ദൈവദാസന്മാർ ശുശ്രൂഷിക്കുമ്പോൾ എത്ര പേർ ദൈവശക്തി അനുഭവിച്ചിട്ടുണ്ട്? You know one thing that is happening? എന്തുകൊണ്ടാണ് നടക്കുന്നത്? God is removing the old Jacob and putting Israel in you. ആമേൻ. നിങ്ങളുടെ പഴയ യാക്കോബിനെ മാറ്റി ഇസ്രായേലിനെ നിങ്ങളിലേക്ക് ദൈവം അയക്കുക. ഹല്ലേലൂയ. Yes. Praise God. Many people don't do that. അനേകർ ചെയ്യുന്നില്ല. Pray in your private prayers when you are alone with God. Pray that God's power will come upon you. Amen. And remove the old Jacob and bring the new Israel in you. ആമേൻ, ആമേൻ. നിങ്ങളുടെ സ്വകാര്യ പ്രാർത്ഥനകളിൽ നിങ്ങളുള്ള പഴയ യാക്കോബിനെ മാറ്റി ഇസ്രായേലിനെ നിങ്ങൾ കൊണ്ടുവരണമെന്ന് നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. You know, I have in my life I've come under the power of God. A very powerfully anointed man. He came, put his hand on me, and I came under the power of God twice. Apart from that, I not in private, public, I have not come under the power of God. But when I pray, ആമേൻ, when I'm alone with my God, Amen. my God has defeated me many times. ഹല്ലേലൂയ. പൊതുവായിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ച് ഒന്നോ രണ്ടോ തവണ ദൈവദാസന്മാർ കൈവച്ചപ്പോൾ ദൈവശക്തിയാൽ ഞാൻ One man of God. ഒരു ദൈവദാസൻ. എന്നാൽ കൂടുതൽ സമയം ഞാൻ ദൈവസന്നിധിയിൽ ദൈവവുമായിട്ട് മല്ലുപിടിക്കുമ്പോൾ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ ദൈവശക്തി എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. I encourage you to spend time with God. ഞാൻ നിങ്ങളെ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. The battles of God are first of all to be overcome in you. ആമേൻ. ദൈവത്തിന്റെ യുദ്ധങ്ങൾ ആദ്യം നമ്മളിൽ ജയിക്കണം. Sometimes God is in a battle with our inner man, our old man sometimes. പലപ്പോഴും നമ്മുടെ അകത്തെ മനുഷ്യനുമായിട്ട് ദൈവം യുദ്ധം ചെയ്യുന്ന How കാണാം. many of you have felt that? എത്ര പേർക്ക് അത് കണ്ടിട്ടുണ്ട്? Oh, I have seen Praise that. the Lord. If you are sincere and honest, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ you know you have a battle. നിങ്ങൾക്കൊരു യുദ്ധം ഉണ്ടെന്ന് നിങ്ങൾക്ക് But this morning, be sure God is going to let you win. എന്നാൽ And Israel is going to come out of you. ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ ജയിപ്പിക്കും. നിങ്ങളിൽ നിന്ന് യാക്കോബിന് പകരം ഇസ്രായേൽ പുറത്തു വരും. So finally, Jacob came under the power and Israel came out. ആമേൻ. അവസാനം ദൈവശക്തിയാൽ യാക്കോബ് നിറഞ്ഞു, ഇസ്രായേൽ വെളിയിൽ. God asked him his name. ദൈവം തന്റെ പേര് What ചോദിച്ചു. is your name? എന്താണ് നിന്റെ പേര്? You know, suddenly that reminds me of, this people casting out demons. ആമേൻ. പെട്ടെന്ന് ആളുകൾ ഭൂതങ്ങളെ പുറത്താക്കുന്ന ഓർമ്മ വരിക. In some places, when people are demon, people ask, who are you? ആമേൻ. ചിലരുടെ ഭൂതങ്ങളെ പുറത്താക്കും, നീ ആരാന്ന് ചോദിക്കും. Hallelujah. Hallelujah. You ask a lady, who are you? ആമേൻ. ഒരു സ്ത്രീയോട് ചോദിക്കാം, നീ ആരാണ്? I'm Tekkeviti Chakochan. അപ്പോ ആ സ്ത്രീ പറയും, ഞാൻ ഇന്ന പുരുഷനാണ്. സ്തോത്രം. Hallelujah. It looks like this, isn't it? ആമേൻ. അതുപോലെ തോന്നുന്നല്ലേ? Jacob. യാക്കോബ്. God is asking, what is your name? നിന്റെ പേരെന്താണ്? The real Jacob surfaces. ആമേൻ. യഥാർത്ഥ യാക്കോബ് പുറത്തു വന്നു. I am Jacob, the supplanter. ആമേൻ. ഞാൻ വഞ്ചകനായിട്ടുള്ളത്. And I'm sure even the Bible doesn't say that. The Holy Spirit or that angel would have said, in Jesus' name, be gone, Jacob. ആമേൻ, ആമേൻ. വചനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ ചിന്തിക്കുകയാണ്, അപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ വഞ്ചകൻ പുറത്തു പോകട്ടെ. Get a new name. ഒരു പുതിയ പേര് സമ്പാദിക്കും. From today, you are not Jacob, you are Israel. ഇന്ന് മുതൽ നീ യാക്കോബല്ല, നീ ഇസ്രായേലാണ്. This morning, I want to tell the church, സഭയോട് ഞാൻ വിളിച്ചു പറയട്ടെ, there is a day of reckoning in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിരപ്പിന്റെ ദിവസമുണ്ട്. But that is not a day of judgment, it is a day of blessing. അത് നിങ്ങളുടെ ന്യായവിധിയുടെ ദിവസമല്ല, നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ ദിവസമാണ്. When the Jacob in your life is taken away and the new beginning is put into your life. ആമേൻ. നിന്റെ ജീവിതത്തിൽ നിന്നും യാക്കോബിനെ പുറത്തു മാറ്റുമ്പോൾ ആ പുതിയ ഇസ്രായേൽ നിന്നെ വെളിപ്പെടും. Hallelujah. How many of you have that experience? എത്ര പേർക്ക് ഈ അനുഭവമുണ്ട്? After that experience, ആ അനുഭവത്തിന് ശേഷം now Jacob is coming out not as Jacob but as Israel. നോക്കണമേ, ഇനി യാക്കോബ് പുറത്തു വരുന്നത് യാക്കോബായിട്ടല്ല, ഇസ്രായേലായിട്ടാണ് അവൻ വരുന്നത്. There is something new in Jacob. യാക്കോബിന് ഇപ്പോൾ ഒരു പുതുമയുണ്ട്. He is coming out. അവൻ വെളിയിൽ വരികയാണ്. Now how is he coming? എങ്ങനെയാണ് വരുന്നത്? He is coming out to meet his brother. തന്റെ സഹോദരനെ മീറ്റ് ചെയ്യാൻ വരിക. Think of that situation. ആ സാഹചര്യം ഓർത്തേ. Before he was born again, so I speak, വീണ്ടും ജനിക്കുന്നതിന് മുമ്പേ ഒന്ന് Jacob was scared of his brother. തന്റെ സഹോദരനെ പേടിച്ചിരിക്കുക. He was really scared വളരെ ഭയന്നിരിക്കുക. because he expects Esau to kill him. ആമേൻ. അത് കാരണം ഏശാവ് തന്നെ കൊല്ലുമെന്ന് ചിന്തിക്കുക. Amen. ആമേൻ. And Jacob expects that because he deserves it. ആമേൻ. താൻ അങ്ങനെയുള്ള വേണ്ടാകാത്ത കാര്യം ചെയ്തതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പ്രതീക്ഷിക്കുക. You can be sure about something. ഒരു കാര്യം ഉറപ്പാക്കാം. Church, when you do something, expect that back. ആമേൻ. നമ്മൾ എന്തെങ്കിലും തിന്മ ചെയ്യുമ്പോൾ അതിന്റെ കോൺസിക്വൻസ് ഉണ്ടാവുന്ന What did Jesus say? യേശു എന്ത് പറഞ്ഞു? Do unto others as you would be done by. ആമേൻ, ആമേൻ. നിങ്ങൾ മറ്റുള്ളവർ എന്ത് പ്രതീക്ഷിക്കുക അത് നിങ്ങൾ അവർക്ക് ചെയ്യുക.
If you are kind to people, expect kindness back. അല്ലേ? മറ്റുള്ളവർക്ക് ദയ കൊടുത്താൽ അവരിൽ നിന്ന് ദയ കിട്ടും. Hallelujah. Amen. If you come into a building, you can see written on the board, kindness always keeps coming back. ആമേൻ, ആമേൻ. ദയ എപ്പോഴും നിങ്ങളെ മടക്കി വരുത്തുമെന്ന് വെളിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. Hallelujah. How many of you have seen that on the board outside? വെളിയിലത്തെ ബോർഡിൽ എത്ര പേര് Two കണ്ടിട്ടുണ്ട്? people. Everybody else is so spiritual. Praise the Lord. Hallelujah. മറ്റുള്ളവരെല്ലാം വലിയ ആത്മീയരായിട്ട് ഇങ്ങനൊന്നും നോക്കത്തില്ല. God bless you. സ്തോത്രം. So remember, whatever he had done, Jacob is expecting it back. ആമേൻ. താൻ എന്തൊക്കെ വികൃതി കാണിച്ചു അതെല്ലാം ഇപ്പൊ തിരിച്ചു പ്രതീക്ഷിക്കുക. Esau is coming. യേശാവ് വരുന്നു. He'll definitely kill me. എന്നെ തീർച്ചയായും കൊല്ലും. He looked at Leah. ഭാര്യയെ നോക്കി And ലേയ. he said, honey, it has been nice living with you for so many years. Amen. If God wills, we'll meet you in heaven. ആമേൻ. ഇത്ര നാൾ നിന്നോട് സന്തോഷമായിട്ട് ജീവിച്ചു. ഇനിയും അത് എത്ര നാൾ നടക്കുമെന്ന് അറിയത്തില്ല. ദൈവം അനുവദിച്ച സ്വർഗ്ഗത്തിൽ He കാണും. was ready to die. മരിക്കാൻ ഒരുങ്ങി. But when he came to the other ford, എന്നാൽ ആ കടവിന്റെ അക്കരത്ത് എത്തിയപ്പോൾ he sees a smiling Esau. അല്ലല്ലേ യേശാവിൽ ഒരു പുഞ്ചിരി അദ്ദേഹം കാണുകയാണ്. You know what I think? ഞാൻ എന്താണ് ചിന്തിക്കുന്നത്? From the day Jacob was born again, യാക്കോബ് യഥാർത്ഥമായി വീണ്ടും ജനിച്ച നിമിഷം God began to bring favor in Jacob's. യാക്കോബിന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ കടാക്ഷം അയക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Now you tell me if preaching of grace is wrong or right. ആമേൻ. ദൈവകൃപയെ പറ്റി പ്രസംഗിക്കുന്നത് തെറ്റാണോ ശരിയാണോ? ഹല്ലേലൂയ. Thank you, Jesus. Here is a fellow, he cheated his father, his uncle, a born cheater, just because God touched him. And just because God changed his name, the favor of God is upon him. ആമേൻ. നോക്കുക, അപ്പനെയും സഹോദരനെയും അമ്മായിയപ്പനെയും വെട്ടിച്ച ഒരുവൻ അവൻ മാനസാന്തരപ്പെടാൻ തീരുമാനിച്ചത് കൊണ്ട്, അവൻ ദൈവസന്നിധിയിൽ വിധേയപ്പെടാൻ തീരുമാനിച്ചത് കൊണ്ട് ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കടാക്ഷം അവന്റെ മേൽ കടന്നു വരിക. That is God. അതാണ് ദൈവം. That is why, church, I tell you, never touch any people. They belong to God. ആമേൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ജനം ദൈവത്തിൻ്റെതാണ്, നമ്മൾ ആരും തൊടാൻ പോകണ്ട. You never know when a person can suddenly turn around and come and say, God bless you, pastor, God bless you, church, I went a little astray, but the Lord put me back. ആമേൻ. ഒരു വ്യക്തിയെ ഏത് സമയത്ത് ദൈവത്തിന് രൂപാന്തരപ്പെടുത്താൻ പറ്റും. നമ്മൾ ഒരുപക്ഷെ വിധിച്ചു തള്ളുന്നവരായിരിക്കാം. നാളെ വന്നിട്ട് ഞാൻ ഇച്ചിരി വേണ്ടാത്ത വഴി പോയി എന്ന കർത്താവിനെ തൊട്ടു എന്ന് പറയാനിടയാ. നമ്മൾ ആരെയും വിധിക്കാനിടയാകരുത്. Husbands, wives, do not judge your spouses or your children. They belong to God. ആമേൻ. ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളും നിങ്ങളുടെ ഭാര്യയും ഭർത്താക്കളും ദൈവത്തിനുള്ളവരാ. നിങ്ങൾ അവരെ വിധിക്കരുത്. Don't touch them. അവരെ തുടരുത്. They belong to God. അവർ ദൈവത്തിന്റെ വകയാ. God can change anybody, ദൈവത്തിന് anywhere, ആരെ anytime. എപ്പോഴും മാറ്റാൻ പറ്റും. Hallelujah. സ്തോത്രം. So you see, Jacob had such a revelation. We are talking about that. ആമേൻ. വെളിപ്പാടിനെ പറ്റി നമ്മൾ പറയുകയാണ്. And everything that Jacob did, God gave it back to him and made that a blessing. ആമേൻ. അദ്ദേഹം എന്തെല്ലാം വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തോ അതെല്ലാം മടക്കി കൊടുത്ത് അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിച്ചു. Did you know when Isaac came to know that Jacob had cheated him, his heart was really broken. ആമേൻ. യാക്കോബ് തന്നെ കളിപ്പിച്ചു എന്ന് ഇസ്ഹാക്ക് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം യഥാർത്ഥത്തിൽ ഉരുകിപ്പോയി. You know how Jacob got it back? അദ്ദേഹത്തിന് എങ്ങനെ അത് മടക്കി കിട്ടിയത്? When Jacob was old, യാക്കോബ് പ്രായമായപ്പോൾ Joseph was snatched away from him. താൻ സ്നേഹിക്കുന്ന ജോസഫിനെ തന്നിൽ നിന്ന് എടുത്തു മാറ്റി. Hello. ഹല്ലേലൂയ. Stotram. പ്രൈസ് ഗോഡ്. But എന്നാൽ God made it a blessing. ദൈവം അതും ഒരു അനുഗ്രഹമാക്കി. That is grace. അതാണ് കൃപ. Jacob, at the end of his life, began to prophesy. ആമേൻ. യാക്കോബ് തന്റെ ജീവിതത്തിന്റെ അന്ത്യത്തിൽ പ്രവചിക്കാൻ തുടങ്ങി. He was prophesying based on all that God had done to him. തന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം ആശ്രയിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പ്രവചിക്കും. I am sure finally Jacob would have said like this. അവസാനം യാക്കോബ് ഇങ്ങനെ പറഞ്ഞു, Lord, I was a cheat, but I had a revelation of your goodness. ആമേൻ. കർത്താവേ, ഞാനൊരു വഞ്ചകനായിരുന്നു, എന്നാൽ നിന്റെ നന്മയുടെ വെളിപ്പാട് എനിക്ക് കിട്ടി. And you are great. നീ എത്ര വലിയവനാ. That was the revelation Jacob had. ആ വെളിപ്പാടാ യാക്കോബിന് കിട്ടിയേ. How many of you think you may have a testimony like that? എത്ര പേർക്ക് അങ്ങനെ ഒരു സാക്ഷ്യം I പറയാനുണ്ടാവും? don't deserve any of these things. ഞാൻ ഇതൊന്നും അർഹിക്കുന്നില്ല നാഥനെ. But God changed every evil in my life for my good and his glory. ഓ, എന്നാൽ എന്റെ ജീവിതത്തിലെ എല്ലാ തിന്മയും നന്മയ്ക്കായി ദൈവമഹത്വത്തിനായി ദൈവമേ നീ തീർത്തല്ലോ എന്ന് I നമുക്ക് പറയാം. pray this church will have the revelation of God. ഈ സഭയ്ക്ക് ആ വെളിപ്പാട് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. If you don't have that revelation, we will become like Pharisees and Sadducees who keep on criticizing other people and finding fault with other people. ആ വെളിപ്പാട് നമുക്കില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുകയും വിമർശിക്കുകയും ചെയ്യുന്ന പരീശന്മാർക്കും സദൂക്കന്മാർക്കും തുല്യരായിരിക്കും. That is why this morning the children sang അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഇന്ന് രാവിലെ പാടിയത്. Amazing Grace.
grace. ആമേൻ. എത്ര ശ്രേഷ്ഠമായ ദൈവസ്നേഹം, കൃപ, Amazing grace. എത്ര വലിയ കൃപ. Hallelujah. ഹല്ലേലൂയ. That is the revelation that Jacob had. ആ വെളിപ്പാടാണ് യാക്കോബിന് കിട്ടിയത്. Church, how many of you have your own personal revelation of the character of God? ദൈവത്തിന്റെ സ്വഭാവത്തെ പറ്റി നിങ്ങൾക്ക് വ്യക്തിപരമായ ഒരു വെളിപ്പാട് എത്ര പേർക്കുണ്ട്? I want you, I request you, I don't say I want you, I have no dominion over your faith, but I humbly suggest to you, it is a good thing to keep on saying what you have known of God. ആമേൻ. നിങ്ങളെപ്പറ്റി, നിങ്ങൾക്ക് ദൈവത്തെ പറ്റി അറിയാൻ കഴിഞ്ഞ വ്യക്തിപരമായിട്ടുള്ള വെളിപ്പാടുകൾ എന്താണെന്ന് വെച്ചാൽ അത് പറയുന്നത് ദൈവസന്നിധിയിൽ നല്ലതായിരിക്കും. Don't just say Nallavan, Vallavan, His God is good, and these are all, people imitating other people. Amen, amen. We don't want imitation, Hallelujah. a testimony in this church. ആമേൻ, ആമേൻ. മറ്റുള്ളവരുടെ വാക്യങ്ങളെ കടമെടുത്തുള്ള ഒരു സാക്ഷ്യമല്ല നമുക്ക് ആവശ്യം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം നമുക്ക് എന്തായി. Hallelujah. സ്തോത്രം. Thank you, Jesus. താങ്ക് യു ജീസസ്. നല്ല കർത്താവേ. We have not done, but I just want you to focus on the grace of God. ദൈവത്തിന്റെ കൃപയെ ഒരു നിമിഷം നമുക്ക് നോക്കാം. Let me ask you, ഞാൻ is ചോദിക്കട്ടെ, there anybody who thinks that, Pastor, actually it is because of my prayer, and my holy life, and because of my something that all these things have happened? I tell you, you made a big mistake. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നത് എൻ്റെ പ്രാർത്ഥന കൊണ്ട്, എൻ്റെ പരിശ്രമം കൊണ്ട്, എൻ്റെ ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ഞങ്ങൾ നേടി, ഞങ്ങൾ ഇതെല്ലാം നടക്കുന്നു എന്ന് പറയുന്നത് ഇത് വലിയൊരു അബദ്ധമാണ്. If it is prayer, it is because God was willing to listen to your prayer. ആമേൻ, ആമേൻ. പ്രാർത്ഥന കൊണ്ടാണെന്നുള്ള ഒരു സത്യമാണ്. പക്ഷേ പ്രാർത്ഥിക്കാൻ നിനക്ക് കൃപ തന്നതും പ്രാർത്ഥന കേട്ടതും ദൈവമാണെന്ന് ഓർത്തുകൊള്ളണം. Do you think God is obliged to listen to us? ദൈവത്തിന് നമ്മളെ കേൾക്കാൻ കടപ്പാടുണ്ടോ? Sometimes when people demand God to do things, I myself feel so, Lord, why should you hear our prayer? ആമേൻ, ആമേൻ. വലിയ അവകാശവാദം പോലെ കർത്താവേ നീ എന്താണ് പ്രാർത്ഥന കേൾക്കാൻ ദൈവത്തെ ചോദ്യം ചെയ്ത് We പ്രാർത്ഥിക്കുന്നത്? command, we demand. ആമേൻ, People have that attitude when they pray to God, though they don't show it outside. ആമേൻ. പുറത്തുനിന്ന് നമ്മൾ കാണുന്നില്ലെങ്കിൽ അതിന് പിന്നിൽ വ്യാപരിക്കുന്ന മനോഭാവം, ഇങ്ങനെ തരണം കൽപ്പിക്കുന്ന രീതിയിലൊക്കെ പറയാനൊന്നും നമുക്കൊന്നും അവകാശമില്ല. So do we know God? നമുക്ക് ദൈവത്തെ അറിയാമോ? Do we know who He is? ദൈവം എത്ര വലിയവനാണെന്ന് അറിയാം. He's so humble that He should listen to our prayer. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ കേൾക്കുവാൻ തക്കവണ്ണം ദൈവം എത്ര താഴ്മയുള്ളവനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. Can you imagine if God says, that's it? ആമേൻ. ദൈവം ഇങ്ങനെ ഒന്ന് ഊതിയാൻ അത്രയും പോലും ഇല്ല നമ്മള്. Let it sing into our heart. നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് പാടാം. When people talk about the United States of America, അമേരിക്കയെ പറ്റി ആളുകൾ പറയുമ്പോൾ there's a great nation. ഇതൊരു വലിയ ശ്രേഷ്ഠമായ I രാജ്യം. agree too. ഞാനും യോജിക്കുന്നു. But I say one more thing. ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു. A great nation made by a great God. ആമേൻ, ആമേൻ. മഹാനായ ദൈവത്താൽ മഹത്തരമാക്കപ്പെട്ട ഒരു ദേശം. 4 or 5 generations ago, the average citizen in the United States would say, a nation made great by a great God. ആമേൻ. 4-5 തലമുറകൾക്ക് മുമ്പേ ഒരു അമേരിക്കക്കാരൻ ഇങ്ങനെ പറയത്തുള്ളൂ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട മാനിക്കപ്പെട്ട ഒരു But ദേശമാണ്. today most people say America or the leader, America the nation. I say America was made a leader, a nation by a great God. ആമേൻ. എന്നാൽ ഇന്ന് അനേകർ പറയുന്നത് അങ്ങനെയല്ല. അമേരിക്ക മഹത്തായ രാജ്യം, വലിയ രാജ്യം. പക്ഷെ ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്, അമേരിക്കയെ നീ വലിയവനായെങ്കിൽ എൻ്റെ കർത്താവാണ് നിന്നെ വലിയവനാക്കിയത്. When people come here and tell me, ആളുകൾ വന്ന് എന്നോട് പറയാറുണ്ട്, the other day a man of God, the minute he stood here, said, Pastor, there is such presence of God and you are so anointed, etc., etc., etc. Anytime somebody Amen, says amen. good about me, you know what I do? ഹല്ലേലൂയ. I just say, Lord, It is you. it's all about you, Lord. Amen. Take the glory, take the credit, take the credit. Who am I? Who am I? I know what I was. ഹല്ലേലൂയ. I know who Praise I was God, before praise grace. God, praise I have God. nothing to boast of. ആമേൻ. ഹല്ലേലൂയ. I don't deserve Praise the Lord. to stand here. Let me tell you something. I don't even deserve to come near that door. ആമേൻ. പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും നന്മ, ഓഫ് കോഴ്സ് നിശ്ചയമായിട്ട് നമുക്ക് ദൈവത്താൽ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലും ഒരു നന്മ നമ്മളിലുണ്ടെന്ന് ആരെങ്കിലും അക്നോളജ് ചെയ്യുമ്പോൾ, ദൈവമേ നിന്നാലാണ് ഇത് സാധ്യമായത്, നീയാണ് ഇതിന്റെ കാരണക്കാരൻ എന്ന് പറഞ്ഞ് ആ മഹിമ പൂർണ്ണമായിട്ട് കർത്താവിന് കൈമാറുവാൻ നമ്മൾ ഒരുക്കമുള്ളവരാകണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. Amazing grace, how sweet the sound that saved a wretch like me. I once was lost, but now I'm found. Was blind, but now I see. Sing with me. 'Twas grace that tore
my heart to feel, and grace my fears relieve. How precious did that grace appear the hour I first believed. Amazing grace, how sweet the sound that saved a wretch like me. I once was lost, but now I'm found. But hallelujah. Praise God. When you meet with Jesus, നമ്മുടെ യേശുവിനെ മുഖാമുഖം കാണുമ്പോൾ everything that you have done in the past നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതെല്ലാം becomes a blessing for you. നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരും. So Jacob had that revelation. യാക്കോബിന് വെളിപ്പാടുണ്ടായി. Amen. സ്തോത്രം. So he had some more revelation of God. It was not complete. ആമേൻ. അദ്ദേഹത്തിന് മറ്റുള്ളവരെക്കാട്ടി കുറച്ചുകൂടി വെളിപ്പാട് കിട്ടി. അത് പൂർണ്ണമല്ല. He did not have a revelation about death. മരണത്തെ പറ്റി അദ്ദേഹത്തിന് വെളിപ്പാടില്ല. He knew he was going to die, but he did not know what will happen in death. മരണത്തിൽ എന്ത് സംഭവിക്കുന്നത് അദ്ദേഹത്തിന് അറിയത്തില്ല. Just like his forefathers, he also believed, I will be put together. I will be brought together to my fathers. ആമേൻ ആമേൻ. തന്റെ പൂർവ്വപിതാക്കന്മാർ ചിന്തിച്ചതുപോലെ അവരോടൊപ്പം ദൈവസന്നിധി ചേർക്കപ്പെടും എന്നൊരു ദൈവസന്നിധിയിലല്ല, പിതാക്കന്മാരോട് ചേർക്കപ്പെട്ടു. There is a phrase in the Bible, he also was added to his fathers. ആമേൻ. പിതാക്കന്മാരോട് ചേർക്കപ്പെടുമെന്ന് മാത്രമേ അദ്ദേഹത്തിന് അറിയത്തുള്ളൂ. Jacob did not have a revelation about the many of the things we have. ആമേൻ. ഇപ്പോൾ നമുക്കുള്ള അനേക വെളിപ്പാടുകൾ അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല. Hallelujah. സ്തോത്രം. Then came Moses, പിന്നീട് മോശ വന്നു. where the Jewish people say the greatest prophet of all times. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ഏറ്റവും വലിയ പ്രവാചകനാണ്. No prophet. They say there will not be a prophet like Moses again. മോശയെ പോലെ ഇനി ഒരു പ്രവാചകൻ ഉണ്ടാകത്തില്ലെന്ന് അവർ പറയുന്നു. But we know better. Amen. എന്നാൽ നമുക്ക് അതിലും വലിയ പ്രവാചകനെ അറിയാം. Wow, what a revelation Moses had about God. ദൈവത്തെ പറ്റി മോശയുടെ വലിയ He വെളിപ്പാടായിരുന്നു. said, I want to see you. Unless you come with me, I will not go. അദ്ദേഹം പറഞ്ഞു, ദൈവം എനിക്ക് അങ്ങ് കാണണം, അങ്ങ് കൂടെ വന്നില്ല ഞങ്ങൾ പോകത്തില്ല. God said, all right, Moses, I'm going to hide you under the rock. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, മോശയെ ഞാൻ നിന്നെ പാറയ്ക്കുള്ളിൽ മറയ്ക്കാം. Get ready, Moses. മോശയെ ഒരുങ്ങ്. You will see my back part നീ എന്റെ പുറകുവശം മാത്രം കാണും. and the glory of the Lord. ദൈവത്തിന്റെ തേജസ്. You know, if Moses was not kept under the rock, he would have been burned. ആമേൻ. ആ പാറയുടെ പിളർപ്പ് ഒളിച്ചില്ലായിരുന്നെങ്കിൽ മോശ കത്തിച്ചാമ്പലായിരുന്നു. So Moses' revelation of God was, I have to be under a rock, and then God will see the backside of God, and God will take the people to the other side of Jordan. That was what Moses had. മോശയ്ക്ക് ദൈവത്തെ പറ്റി കിട്ടിയ വെളിപ്പാട്, മോശ ദൈവത്തെ കാണുന്ന വരിയിൽ ഞാൻ പാറയുടെ പിളർപ്പിൽ ഒളിക്കണം, ദൈവം കടന്നു പോകുമ്പോൾ ഞാൻ പിൻവശം മാത്രം കാണും. ഈ ദൈവജനത്തെ ദൈവം കനാനിൽ കൊണ്ടുവന്നെത്തിക്കും. Moses had something more than the other people. മറ്റുള്ളവരെക്കാൾ കുറച്ചുകൂടെ വെളിപ്പാട് മോശയ്ക്ക് He കിട്ടി. prophesied. അദ്ദേഹം പ്രവചിച്ചു. They also prophesied, but he said something. After a while, God will raise up someone like me Hallelujah. from you. ആമേൻ. എന്നാൽ അദ്ദേഹം വേറൊരു വെളിപ്പാട് കിട്ടി. എന്നെ പോലൊരു പ്രവാചകനെ നിങ്ങളുടെ സഹോദരന്മാരും ദൈവം നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു Who was തരും. that? അതാരാണ്? But Moses also did not know who Jesus was going to be completely. He only said a prophet. ആമേൻ. എന്നാൽ യേശു ആരാണെന്ന് പൂർണ്ണമായിട്ടുള്ള വെളിപ്പാട് മോശയ്ക്കില്ല. അദ്ദേഹത്തിന് ആകെ അറിയാവുന്നത് ഒരു പ്രവാചകൻ വരും. Hallelujah. ഹല്ലേലൂയ. More revelation, കൂടുതൽ വെളിപ്പാട്, but not complete. എന്നാൽ പൂർണ്ണമല്ല. Then the prophets came. എന്ന് പിന്നീട് പ്രവാചകന്മാർ വന്നു. Isaiah came. യെശയ്യാവ് വന്നു. A virgin shall be with the child, ആമേൻ. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. and he shall be called great. ആമേൻ ആമേൻ. അവൻ അത്ഭുതമന്ത്രിയായി തീരും. The government shall be upon his shoulder. ആമേൻ. ആധിപത്യം അവന്റെ തോളിലിരിക്കും. Hallelujah. ഹല്ലേലൂയ. But Isaiah also did not know when, who, where, what. ആമേൻ. എവിടെ എന്ത് എങ്ങനെ സംഭവിക്കും ഒന്നും അദ്ദേഹത്തിന് വ്യക്തമല്ല. Finally, എന്നാൽ oh, ഹല്ലേലൂയ, when nobody was looking for, ആമേൻ, ആരും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് a baby was born in the womb. ആമേൻ. ഒരു ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉരുവായി. Hallelujah. Praise God. And the baby was hidden for 30 years. 30 വർഷക്കാലം ആ കുഞ്ഞ് മറയപ്പെട്ടിരുന്നു. Suddenly one day when John the Baptist was saying, ആമേൻ, പെട്ടെന്നൊരു ദിവസം യോഹന്നാൻ സ്നാപകന് വെളിപ്പാടുണ്ടായി. here he comes, the Lamb of God, ഹല്ലേലൂയ. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, worthy of taking the sins of the world. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാടിതാ. Holy, ഹോളി
Holy are you, Lord God Almighty. Worthy is the Lamb. Worthy is the Lamb. You are holy. Holy are you, Lord God Almighty. Worthy is the Lamb. Worthy is the Lamb. He is the Holy One, Jesus. Holy are you, Lord God Almighty. Worthy is the Lamb. Worthy is the Lamb. Amen. The greatest prophet, a man so great, born to a woman, John the Baptist. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഒരു പ്രവാചകൻ യോഹന്നാൻ സ്നാപകൻ. He saw Jesus coming to the waters of baptism. സ്നാനപ്പെടുവാനായിട്ട് യേശു ഇങ്ങോട്ട് വരുന്നത് കണ്ടിട്ട് He said, Jesus, you should baptize me. അദ്ദേഹം ചോദിക്കുക, യേശുവേ നിന്നാലാണ് സ്നാനമേൽക്കുന്നത് എനിക്ക് ആവശ്യമായിരിക്കുന്നത്. A very gentle, quiet, but strong voice. ആമേൻ. സൗമ്യമായ ശാന്തമായ ഗംഭീരമായ ഒരു ശബ്ദം. Can you think of Jesus at that time? യേശുവിനെ നമുക്കൊന്ന് ചിന്തിക്കാം ആ സമയത്ത്. Oh. You know, how do you think Jesus would have been speaking to John? യോഹന്നാൻ സ്നാപകനോട് എങ്ങനെയായിരിക്കും യേശു സംസാരിച്ചത്? Yeah, boy. You think he would have been speaking like that? യോഹന്നാനെ താഴ്ത്തി വല്ലതുമായിരിക്കും സംസാരിക്കുമല്ലോ. You know who I am? I'm the pastor. You're only associate pastor. Was that the attitude of Jesus? ആമേൻ. അങ്ങനെയായിരിക്കും. ഞാൻ പാസ്റ്റർ, നീ അസോസിയേറ്റ് പാസ്റ്റർ, ഇങ്ങനെയൊന്നും അല്ല പ്രിയപ്പെട്ട. You are John, but I'm Jesus. നിനക്കറിയാമോ നീ യോഹന്നാനാണ്, ഞാൻ യേശുവാ. You have a privilege of baptizing me. എന്നെ സ്നാനപ്പെടുന്നതിന്റെ പദവിയായിട്ട് നീ മനക്ക് കണ്ടാ മതി. The humblest man who ever walked on the face of the earth. ലോകത്തിൽ ഇതുവരെ നടന്ന ഏറ്റവും സൗമ്യതയുള്ള ഒരു മനുഷ്യൻ. ഹല്ലേലൂയ. How can I not sing En Prema Geetam Yennesunatha Ni En Prema Geetam Yennesunatha Ni. My life, my all in all, I give my all to you. My life, my all in all, I give my all to you. We worship you. We worship you, we worship you, we worship Jesus, we worship you, we worship you, we worship you, we worship you. Hallelujah. He came. I believe that day when he was manifested to Israel, യേശു ഇസ്രായേൽ ഗൃഹത്തിന് വെളിപ്പെട്ട ദിവസം the whole of nature would have stood and saluted their maker. ആമേൻ. ഈ പ്രകൃതി മുഴുവൻ യേശുവിനെ നമസ്കരിച്ച് കാണും, സല്യൂട്ട് ചെയ്ത് കാണും എന്ന് വിശ്വസിക്കുക. You know, let us imagine there were some bucks or some animals walking all over, running around Jordan. ആമേൻ. ചിന്തിക്കുക, യോർദാന്റെ തീരത്ത് മൃഗങ്ങളും ഒക്കെ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നെങ്കിൽ. I don't know if there are animals if there are rabbits. Let's imagine there were 2 rabbits. ചിന്തിക്കുക, അവിടെ 2 കാട്ടുമുയലുകൾ ഉണ്ടായിരുന്നു. Suddenly one rabbit told the other rabbit, ആമേൻ. ഒരു മുയൽ മറ്റേ മുയലിനോട് പറഞ്ഞു കാണും, something is different today. ഇന്നത്തെ ദിവസത്തിന് ഒരു വ്യത്യാസം ഉണ്ടല്ലോ. Even in the wilderness I feel at home. ആമേൻ. ഈ മരുഭൂമി പോലും എനിക്കൊരു സ്വസ്ഥതയുണ്ട്, ഞാൻ വീട്ടിലാണെന്ന് തോന്നുന്നു. Hallelujah. ഹല്ലേലൂയ. Amen. Then the other rabbit said, I think our creator is coming today. ഹല്ലേലൂയ. മറ്റേ മുയൽ പറഞ്ഞു കാണും, എനിക്ക് തോന്നുന്നത് നമ്മുടെ സൃഷ്ടിതാവ് ഇവിടെ വരുന്നുണ്ട്. Many years ago, അനേക വർഷങ്ങൾക്ക് മുമ്പ് God cried out through the prophets. പ്രവാചകന്മാരെ കൂടി ദൈവം വിളിച്ചു പറഞ്ഞു, The ox knows its ആമേൻ.
ഹല്ലേലൂയ. Lord. ഹല്ലേലൂയ. കുറുനരികൾക്ക് കൂടുണ്ട്. അല്ലല്ലല്ല. അതല്ല. ആമേൻ. കാളതന്റെ കാളതന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും But അറിയും. my people don't know me. എന്നാൽ എന്റെ ജനത്തിന് എന്നെ അറിയത്തില്ല. The animals know their creator. ആമേൻ. ഹല്ലേലൂയ. മൃഗങ്ങൾക്ക് അതിന്റെ സൃഷ്ടിതാവിനെ അറിയാം. They don't need any particular covenant. അവർക്ക് ഒരു പ്രത്യേക ഉടമ്പടിയുടെ ആവശ്യമില്ല. They are born by dust and they go back to dust. അവര് I think so. പൊടിയിൽ നിന്ന് ജനിച്ച് പൊടിയിലേക്ക് I don't know if they were created of dust. It's a different flesh. Amen. But they know God. ആമേൻ. അവരുടെ മാംസം വ്യത്യസ്ത മാംസം. അവരുടെ ജന്മം നമ്മുടേതുപോലല്ല. അവർക്ക് അവരുടെ But they are creations of God. എന്നാൽ അവർ ദൈവത്തിന്റെ But സൃഷ്ടിയാണ്. that day when Jesus came to Galilee, ആ ദിവസം യേശു ഗലീലയിൽ വന്നപ്പോൾ, when he came to the rivers of Jordan, യോർദാന്റെ നദിയിൽ വന്നപ്പോൾ, you know, the animals were all excited. ആമേൻ, അവിടുത്തെ കാട്ടുമൃഗങ്ങൾക്കെല്ലാം വലിയ സന്തോഷം. I think even the Mr. Lion and Mrs. Lion stopped fighting with one another. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു അന്ന് സിംഹവും സിംഹിയും തമ്മിലുള്ള വഴക്ക് നിർത്തി. They said, let us be at peace. അവർ പറഞ്ഞു നമുക്ക് സ്വസ്ഥരാകാം. So why? എന്തുകൊണ്ടാണ് വഴക്കുണ്ടാ The നിർത്തല്ലേ? real master is coming. ഓ, ഇതാ നമ്മുടെ യജമാനൻ എഴുന്നള്ളി വരുന്നു. Hallelujah. ഹല്ലേലൂയ. And then Mrs. Lion asked, I don't see anything. അപ്പോൾ സിംഹി പറഞ്ഞു ഞാനൊന്നും കാണുന്നില്ല ചേട്ടാ. Mr. Lion said, അദ്ദേഹം സിംഹം പറഞ്ഞു you can't see anything, നമുക്കൊന്നും കാണാൻ but പറ്റത്തില്ല. you know. എന്നാൽ നമുക്കിത് അറിയാം. We know it. നമുക്ക് തിരിച്ചറിയാൻ പറ്റും. You know, when the kings of the world will come, they will come with chariots and horses, and there will be people before them. Where is this king? Who is this king? The lion said, he is the Lion of Judah. ഹല്ലേലൂയ. ഹല്ലേലൂയ. സിംഹിയോട് സിംഹം പറഞ്ഞു ഹല്ലേലൂയ. ലോകത്തിലെ രാജാക്കന്മാർ എഴുന്നള്ളി വരുമ്പോൾ അവരുടെ മുമ്പിൽ പടനായകന്മാരുണ്ട്, കുതിരകളുണ്ട്, രഥങ്ങളുണ്ട്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, ഈ കടന്നു വരുന്നത് യഹൂദാ ഗോത്രത്തിന്റെ സിംഹമാണ്. ഓ ഹല്ലേലൂയ. Shall I tell you a small secret? ഞാൻ പറയട്ടെ ഒരു രഹസ്യം. How many of you think you will know when Jesus is coming? യേശു വരുന്നത് നിങ്ങൾ വ്യക്തിപരമായി തിരിച്ചറിയുന്നു എന്ന് എത്ര പേര് How വിശ്വസിക്കുന്നു? many of you think you will be able to know? എനിക്കിത് അറിയാൻ പറ്റുമോ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? This is just a thought that came to me. I'm asking you. എനിക്ക് വന്നൊരു ചിന്ത ഞാൻ നിങ്ങളോട് ചോദിക്കുക. I will know. ആമേൻ. ഞാൻ അറിയും. You know what the Bible says? വചനം എന്ത് പറയുന്നു? എൻ്റെ He comes as a thief in the night, not to us, but to those who are in the world and those who live in darkness. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് കള്ളനെ പോലെ വരുമെന്ന് പറയുന്നു. നമുക്കല്ല, ലോകത്തിന്റെ ഇരുട്ടിൽ വസിക്കുന്നവർക്ക് അങ്ങനെയായിരിക്കും സംഭവിക്കുന്നത്. Pastor George, Pastor Thomas George, I want you to pray today when I declare that word of his second coming. ആമേൻ. A new realm in my ministry has just opened. ആമേൻ. 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 നിങ്ങൾ ഇത് അറിയണം ദൈവദാസന്മാരെ, ദൈവസഭയെ. ഇന്ന് കർത്താവിന്റെ രണ്ടാം വരവിനെ പറ്റി ഈ വചനം ഞാൻ പ്രഖ്യാപിക്കുമ്പോൾ എന്റെ ശുശ്രൂഷയിൽ ഒരു പുതിയ തലം ഇന്ന് വെളിപ്പെടുകയാണ്. Somebody ഹല്ലേലൂയ. Praise the Lord. He is coming soon. Thank you Jesus. കർത്താവിന്റെ വരവ് ആസന്നമാണ്. And we will know it. നമുക്കത് അറിയാൻ പറ്റും. Hallelujah. ഹല്ലേലൂയ. We will know. നമ്മളത് അറിയും. We are not like people in the world. നമ്മൾ ലോകക്കാരെ പോലെ അല്ല. Suddenly shocked, suddenly the master comes. പെട്ടെന്ന് യജമാനൻ വരുന്നു. Suddenly you hear the trumpet. പെട്ടെന്ന് കാഹളധ്വനി കേൾക്കുന്നു. We will know. നമ്മളത് തിരിച്ചറിയും. You know why? എന്തുകൊണ്ടാണെന്നറിയാം? We will hear the call of the trumpet. നമ്മളെ ഹല്ലേലൂയ കാഹളധ്വനി നമ്മൾ കേൾക്കും. And we will be ready with the oil. നമ്മള് വിളക്കിൽ എണ്ണയുമായി ഒരുങ്ങും. Okay, that is just a thought. Let me come back. Are you with me? Are we okay? ആമേൻ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടല്ലോ? Hallelujah. Praise God. Jesus came. യേശു വന്നു. And then അപ്പോൾ in Jesus, യേശു ക്രിസ്തുവിൽ all the revelations, all the fullness, all the glory was full. ആമേൻ. യേശു ക്രിസ്തുവിൽ എല്ലാ വെളിപ്പാടുകളും, എല്ലാ പൂർണ്ണതയും, എല്ലാ നിറവും, ദൈവമെന്ന വ്യക്തിയുടെ എല്ലാ വ്യക്തിത്വങ്ങളും പരിപൂർണമായി വെളിപ്പെട്ടു. You look at Jesus. നമ്മൾ യേശുവിനെ നോക്കുമ്പോൾ You see God. ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും. One day Philip was speaking to Jesus. ഒരിക്കൽ ഫിലിപ്പോസ് യേശുവിനോട് പറഞ്ഞു. Jesus said, I and the Father are one. യേശു പറഞ്ഞു ഞാനും പിതാവും ഒന്നാകുന്നു. And then Philip said, show us the Father. അപ്പോൾ ഫിലിപ്പോസ് പറഞ്ഞു പിതാവിനെ ഞാൻ കാണിച്ചു തരണം. എന്നാൽ Philip was still in his mental faculties. ആമേൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ മാനസിക ചിന്ത മൈൻഡിലാണ് അദ്ദേഹം. ബുദ്ധി കൊണ്ട് കാര്യങ്ങളെ അളക്കുന്ന നിലവാരത്തിലാണ് അന്ന് ഫിലിപ്പ്. ആമേൻ. He was measuring things from his mind. Suddenly a voice came. പെട്ടെന്നൊരു ശബ്ദമുണ്ടായി. Philip, I have been with you. ഫിലിപ്പോസേ ഞാൻ ഇത്ര നാളായി നിങ്ങളുടെ കൂടെ ഇരിക്കുന്നു. Don't you know me? നിനക്ക് എന്നെ അറിയത്തില്ലേ? The same way, അതുപോലെ one day തന്നെ the Pharisees asked Jesus, പരീശന്മാർ ഒരിക്കൽ യേശുവിനോട് ചോദിച്ചു. show us the Father. ഹല്ലേലൂയ. പിതാവിനെ കാണിച്ചതാ. But what did God tell them? യേശു എന്ത് പറഞ്ഞു? God did not reveal himself to them. തന്നെ അവർക്ക് യേശു വെളിപ്പെടുത്തിയില്ല. Amen. യേശുവിനെ Shall I tell you something? ഞാൻ ഒരു കാര്യം പറയട്ടെ. Maybe it will come in the YouTube. ഹല്ലേലൂയ. And probably God forbid, I don't want a promotion in the Facebook. Praise the Lord. ആമേൻ.
But I want you to know, എന്നാലും നിങ്ങൾ അറിയണം പ്രിയപ്പെട്ടവരെ, the church സ്തോത്രം, of Jesus Christ will know. in the Holy Spirit, Amen. under the lordship of Almighty God, Amen. is the fullness of God. ആമേൻ, ആമേൻ. കർത്താവിന്റെ സഭ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ഹല്ലേലൂയ കർത്തൃത്വത്തിന്റെ കീഴിൽ പരിശുദ്ധാത്മ നിറവുള്ള ദൈവത്തിന്റെ സഭ ഈ ലോകത്തിലെ ക്രിസ്തുവിന്റെ പൂർണ്ണതയാണ്. ആമേൻ, ഹല്ലേലൂയ. Lord, I pray these people will have that revelation. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ ജനത്തിന് ഈ വെളിപ്പാടുണ്ടാകട്ടെ. ആമേൻ, ഒന്ന് കത്തിക്കേ, ഒന്ന് ഹല്ലേലൂയ. കർത്താവിന്റെ ജനം ഈ വെളിപ്പാട് പ്രാപിക്കട്ടെ. ദൈവജനം ഈ വെളിപ്പാട് പ്രാപിക്കട്ടെ. യേശുവേ. Many years ago, I was in a prayer meeting. I was praying, Lord, I want to see you. I want to see you. Show me a revelation. Show me understanding. Let me see you. And the Lord said, yes. ആമേൻ. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രാർത്ഥനാ മീറ്റിംഗ് ഞാൻ കർത്താവേ എനിക്ക് അങ്ങേ കാണണം, അങ്ങയുടെ വെളിപ്പാട് വേണം, എനിക്ക് വേണം. കർത്താവ് പറഞ്ഞു ആകട്ടെ. That was a Friday meeting, evening meeting. അതൊരു വെള്ളിയാഴ്ച വൈകുന്നേരത്തെ മീറ്റിംഗ് ആയിരുന്നു. My pastor was a very anointed man. എന്റെ പാസ്റ്റർ വളരെ അഭിഷക്തനായിരുന്നു. My associate pastor also was an anointed man. എന്റെ അസോസിയേറ്റ് പാസ്റ്ററും അഭിഷക്തനാണ്. Very good church. നല്ല സഭയാണ്. I was sitting there, ഞാൻ അവിടെ ഇരിക്കുക. like many of you, നിങ്ങൾ പലരെയും പോലെ sad, gloomy, nothing to look forward to. ആമേൻ, മറ്റൊന്നും നോക്കാനില്ലാതെ നിരാശപ്പെട്ടിരിക്കുക. So I said, Lord, show me your glory. I want to കർത്താവേ, see you. അങ്ങയുടെ മഹത്വം ഒന്ന് കാണിക്കണമേ, എനിക്ക് കാണണം. And the Lord said, yeah. കർത്താവ് പറഞ്ഞു ഓക്കെ. The Lord said, open your eyes. കർത്താവ് പറഞ്ഞു നിന്റെ കണ്ണു തുറന്നേ. Suddenly I opened my eyes expecting a person with a long robe standing and saying, I love you. I didn't see anything like that. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. യേശുവിനെ പറ്റി പലരും പ്രതീക്ഷിക്കുന്ന പോലെ ഒരു യേശുവിനെ പ്രതീക്ഷിച്ച് ഞാൻ കണ്ണു തുറന്നു, അവിടെ നിന്ന് ആരെയും കണ്ടില്ല. Again he said, near you. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു എന്റെ അടുത്തുണ്ട്. What are you telling me, God? ഞാൻ പറഞ്ഞു കർത്താവ് എന്താ പറയുന്നേ? Your brother. നിന്റെ സഹോദരൻ, He is Jesus to you. അവൻ നിനക്ക് യേശുവാ. That was the day that I got a little revelation of the body of Christ. ഹല്ലേലൂയ. അന്നാണ് ക്രിസ്തുവിന്റെ ശരീരത്തെ പറ്റി എനിക്ക് അല്പം വെളിപ്പാട്. Shall I tell you something? ഞാൻ പറയട്ടെ, The person sitting next to you നിന്റെ is a അടുത്ത്, little bit of Jesus. ആമേൻ, നിന്റെ അടുത്തിരിക്കുന്ന വ്യക്തിയിൽ യേശുവുണ്ട്. So when you kick your sister, നിങ്ങളുടെ hit സഹോദരനെ your sister, നമ്മൾ who are you hitting and kicking? ആരെയാ നിങ്ങൾ ഇടിക്കുകയോ ഒതുക്കുകയോ ചെയ്യുന്നത്? Just imagine we stand here and say, my love, my Jesus and all that. Then we have to fight with somebody, some of our brothers and sisters. യേശുവിനെ ഒത്തിരി പുകഴ്ത്തി പറഞ്ഞിട്ട് നമ്മുടെ അടുത്തിരിക്കുന്ന സഹോദരന്മാരെ നമ്മൾ വഴക്കുണ്ടാക്കുകയാണെങ്കിൽ, The fullness of God is in His church. ദൈവത്തിന്റെ പൂർണ്ണത തന്റെ സഭയിലാണ്. A church of the Lord Jesus Christ. യേശുക്രിസ്തുവിന്റെ സഭയിലാണ്. I will build my church is a revelation. God builds His church through revelation. ദൈവം തന്റെ സഭയെ പണിയുന്ന വെളിപ്പാടുകളിലൂടെയാണ്. Hello. സ്തോത്രം. Praise God. Praise God. It says here, let's go back to that verse, people. In Him dwells the fullness of God. അവനിൽ ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കും. Not only that, അത് മാത്രമല്ല, in the body, ആ ശരീരത്തിൽ, verse 2:10, I gave you that verse, Colossians 2:10. കൊലോസ്യൻ 2:10. It says something awesome. Yes. സ്തോത്രം ദൈവദാസ. Colossians 2:9. സ്തോത്രം ദൈവം. In Him dwells all the fullness of the Godhead bodily. ആമേൻ. അവനിൽ ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നു. All right, let's go back to Colossians 1. കൊലോസ്യരുടെ 1-ാം അധ്യായത്തിൽ പോകാം. Go to a couple of verses before 19. 19 മുമ്പുള്ള വാക്യം നോക്കാം. Verses 17 onwards. ഹല്ലേലൂയ. കൊലോസ്യൻ 1:17 onwards. I'm going to read it for you. And He is before all things, and by Him all things consist. And He is the head of the body, the church. ആമേൻ. അവൻ സകലത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. He is the head of the body. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമായിരിക്കുന്നു. How many of you know the body looks very bad without the head? ആമേൻ. എത്ര പേർക്ക് അറിയാം തലയില്ലാതെ ശരീരം കാണാൻ ഒരു സുഖവുമില്ല. Yeah, the body looks ugly without the head. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. അഗ്ലി തന്നെയല്ല, പേടി തോന്നും. Praise the Lord. ഹല്ലേലൂയ. Praise the Lord. Hallelujah. ഹല്ലേലൂയ. Without that is what is happening all over now. ആമേൻ. അതാ Without the head, ആമേൻ. the body looks horrible. ആമേൻ, ആമേൻ. തല കൂടാതെ ശരീരം വളരെ ഭയാനകമാണ്. Hallelujah. Praise God. Christ is the head ഹല്ലേലൂയ. of this body. ആമേൻ. ഈ ശരീരത്തിന്റെ തല ക്രിസ്തുവാകുന്നു. Hallelujah. ഹല്ലേലൂയ. Not pastors. പാസ്റ്റർമാരല്ല. What are we? Come on, church. What are we? നമ്മൾ എന്താണ്? പാസ്റ്റർമാര്, ശുശ്രൂഷകന്മാർ എന്താണ്? We are the hands. ആമേൻ. Yes. കരങ്ങളാണ്, കർത്താവിന്റെ കരങ്ങളാണ്. Serving you. നിങ്ങളെ ശുശ്രൂഷിക്കുന്ന കരങ്ങളാണ്. A hand has maximum authority in the body. ഹല്ലേലൂയ. കൈ ശരീരത്തിലെ ഏറ്റവും ഉപയോഗിക്കപ്പെടുന്ന അവയവമാണ് കൈ. Hallelujah. സ്തോത്രം. So we are the hands. നമ്മൾ ദൈവത്തിന്റെ കരങ്ങളാണ്. But the head is. എന്നാൽ ശിരസ്, That's what is written there. അതാണ് അവിടെ Okay. എഴുതിയിരിക്കുന്നത്. He is the head of the body, the church,
who is the beginning, the firstborn from the dead. Now this is awesome. ആമേൻ. ശ്രദ്ധിക്കുക That ഈ in കാര്യം. all things he might have the preeminence. ആമേൻ, ആമേൻ. അവൻ സകലത്തിനും മുമ്പനാകേണ്ടതിന്, ഹല്ലേലൂയ, സകലത്തിനും മുമ്പനാണ് യേശു കർത്താവ്. God gave him that position, not we. നമ്മളല്ല ഈ സ്ഥാനം യേശുവിന് കൊടുത്തത്. I want this church to know clearly. നമ്മളിത് അറിയണം. God has given Jesus preeminence. ആമേൻ. സകലത്തിനും മുമ്പനാകുവാനുള്ള കൃപ, ആ നിയോഗം പിതാവ് യേശുവിന് കൊടുത്തു. Many people tell me, what is so special about that church? Isn't Jesus everywhere? Yes, he is. But this is a church, or churches like this, ആമേൻ, ആമേൻ. people have been enlightened to give first place to Jesus. ആമേൻ, ആമേൻ, ആമേൻ. അനേകർ ചോദിക്കാറുണ്ട്, അവിടെ ആ സഭയിൽ യേശുവില്ലേ, ആ സഭയിൽ യേശുവില്ലേ? എല്ലാം ഉണ്ട്. എന്നാൽ ദൈവം തന്റെ നിയോഗപ്രകാരം, മുൻനിയോഗപ്രകാരം യേശുവിനെ മുമ്പനായി ഈ സഭയിൽ കണ്ടിരിക്കുക. For example, ഹല്ലേലൂയ. somebody asked me, ഉദാഹരണത്തിന് ആരും നിങ്ങൾ can any type of people come to this church? ഏത് സമയത്തും ആളുകൾക്ക് ഇവിടെ വരാൻ പറ്റുമോ? ഏത് തരത്തിലോ? ഏത് തരത്തിലുള്ള ആളുകൾക്ക് വരാൻ പറ്റുമോ? What do you think? നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? ആമേൻ. ഓഫ് കോഴ്സ്. Julie, you don't agree? ഹല്ലേലൂയ. Thank you Lord. Julie's got my vision. Remember, in this church, ആമേൻ. ഓർക്കുക, anybody can come. ഈ സഭയിൽ ആർക്കും വരാൻ സ്വാതന്ത്ര്യമുണ്ട്. Who decided that? അത് ആരാണ് തീരുമാനിച്ചത്? Not me. ഞാനല്ല, ദൈവം തീരുമാനിച്ചത്. It is his decision. ഇത് ദൈവത്തിന്റെ തീരുമാനമാണ്. Because he's the head. കാരണം താനാണ് തല. Hallelujah. സ്തോത്രം. In this church, we let him decide. ആമേൻ. ഈ സഭയിൽ ദൈവം തീരുമാനിക്കാൻ നാം അനുവദിക്കുന്നു. Can gay people come to Revival Church? Of course can come. ആമേൻ. It's okay. ഹല്ലേലൂയ. Can LGBT people come into Revival Church? LGBT-കാർക്ക് വരാൻ പറ്റുമോ? Oh no, Pastor, have a little prayer and say this. പക്ഷേ പ്രാർത്ഥിച്ച് തീരുമാനിക്കേണ്ട കാര്യമല്ലയോ? Can drunkards come in this church? മദ്യപാനികൾക്ക് ഇവിടെ വരാൻ പറ്റുമോ? No, some of you are saying no. ആമേൻ. വരാൻ Oh, പറ്റും. we have to teach you the vision of the church. സഭ- See, if only holy people can come to a church, then there are so many holy churches here. ആമേൻ. വിശുദ്ധന്മാർക്ക് മാത്രമേ വരാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള വിശുദ്ധ സഭകൾ ഒത്തിരി ഉണ്ടല്ലോ. Some of you are worried about your children's marriage. ചിലരുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തെ പറ്റി ഭാരപ്പെടുക, ചിന്തിക്കുകയാണോ? God will take care of them. ദൈവം അവരെ സൂക്ഷിക്കും. But church, God opens. ആമേൻ. ഹല്ലേലൂയ. സഭ ദൈവത്തിന്റെ I want to തീരുമാനം tell നടത്തും. you, and don't be scared. Some people are already getting scared. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഭയപ്പെടാൻ പറയുവല്ല. In Bombay, in India, ഇന്ത്യയിൽ ബോംബെയിൽ a man of God, he was in that church. They have a particular ritual, not a ritual, a habit. The Lord's table, when they partake of the Lord's table, they all drink from the same cup. ആമേൻ. Many places. അവരെ കർത്തൃമേശ നടത്തുമ്പോൾ എല്ലാവരും ഒരേ പാനപാത്രത്തിൽ നിന്ന് കുടിക്കും, Now, ഷെയർ ചെയ്യും. a man of God in Mumbai who had HIV ആമേൻ. and ബോംബെയിലെ was healed. ആമേൻ. Okay, he came into the church, born again, baptized. He was set apart for the Lord. ആമേൻ. HIV രോഗമുണ്ടായിരുന്ന ഒരാള്, അദ്ദേഹം സൗഖ്യമായ ശേഷം ഈ സഭയിൽ കടന്നു വന്നു. കർത്തൃമേശയുള്ള സമയം Even after he came inside, അദ്ദേഹം കടന്നു വന്ന ശേഷം all the holy people, God bless you. എല്ലാവരും ദൂരത്ത് നിന്നിട്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് കാണിച്ചു. But the pastor was a man of God. എന്നാൽ പാസ്റ്റർ യഥാർത്ഥ ദൈവദാസനാണ്. He said, that is our brother. അദ്ദേഹം പറഞ്ഞു, ഇത് നമ്മുടെ സഹോദരനാണ്. He was lost. അവൻ നഷ്ടപ്പെട്ടു പോയിരുന്നു. He had a disease. ഹല്ലേലൂയ. അദ്ദേഹത്തിന് സോക്കേട് ഉണ്ടായിരുന്നു. Jesus has healed him. എന്നാൽ യേശു തന്നെ സൗഖ്യമാണ്. So I'm going to partake of the Lord's cup with him. അതുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം കർത്താവിന്റെ മേശയിലെ പാനപാത്രം ഞാൻ കുടിക്കാൻ പോവാം. Hallelujah. ഹല്ലേലൂയ. And he did it. Nothing happened. അദ്ദേഹം കുടിച്ചു, ഒന്നും സംഭവിച്ചില്ല. No sickness, nothing. ഒരു രോഗം ഉണ്ടായില്ല. കേൾക്കുമ്പോ ഇച്ചിരി അങ്ങോട്ട്. No, it's common. അല്ലേലും ഞങ്ങൾക്ക് അറിയായിരുന്നു പുള്ളി എവിടെങ്കിലും എന്തെങ്കിലും ഒളിച്ചു വെച്ചിട്ടുണ്ട്. This belongs to Jesus. പ്രിയപ്പെട്ടവരെ, ഇത് കർത്താവിന്റേതാ. I have no obligation to anybody to run the church as they want. Amen. I am obliged to my master and savior to do Amen. what he says. ആമേൻ, ആമേൻ. ഒരു വ്യക്തികളുടെയും താല്പര്യം അനുസരിച്ച് സഭയെ കൊണ്ടുപോകാൻ എനിക്ക് ആരോട് യാതൊരു കടപ്പാടുമില്ല. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം സഭയെ കൊണ്ടുപോകാൻ എനിക്ക് Because കടപ്പാടുണ്ട്. the one who called me is the master, is the head of this church. കാരണം എന്നെ വിളിച്ച ദൈവമാണ്. എന്റെ യജമാനൻ ഈ സഭയുടെ തല കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. Hallelujah. Praise God. ദൈവത്തിന് Amen. സ്തോത്രം, സ്തോത്രം, Hallelujah. സ്തോത്രം, സ്തോത്രം. He's the head. അദ്ദേഹമാണ് തല. And now verse 19. 19 വാക്യം. Why? എന്തുകൊണ്ടാണ് ഇങ്ങനെ Verse സംഭവിച്ചത്? 18 because of verse 19. ആമേൻ. ഹല്ലേലൂയ. 18 വാക്യം നിമിത്തമാണ് 19. It pleased the Father. ആമേൻ. അത് ദൈവത്തിന് പ്രസാദം തോന്നി. Church, how many of you know
that Jesus pleased the Father every moment of his life? ആമേൻ. എത്ര പേർക്ക് ഈ കാര്യം അറിയാം? തന്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും യേശു പിതാവിനെ പ്രസാദിപ്പിച്ചു. Every decision that he took. തന്റെ എടുത്ത ഓരോ തീരുമാനങ്ങളും. How many of you think Jesus had his own will? എത്ര പേർക്ക് ചിന്തിക്കുന്നു യേശുവിന് തന്റേതായിട്ടുള്ള ഇച്ഛകൾ നിവർത്തിക്കാമായിരുന്നു? No, 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 no. തനിക്കൊരു ഫ്രീ വിൽ, സ്വതന്ത്രമായിട്ടുള്ള ഇച്ഛ ഉണ്ടായിരുന്നു. There are people who teach Jesus had no free will. He had a free will. ആമേൻ. യേശുവിന് സ്വതന്ത്രമായ ഇച്ഛ ഇല്ല എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. സത്യമല്ല. What did he say on the garden of Gethsemane? ഗെത്സമനെ തോട്ടത്തിൽ യേശു എന്താണ് പ്രാർത്ഥിച്ചത്? Not my will but yours be done. ആമേൻ. എന്റെ ഇഷ്ടമല്ല പിതാവേ, അങ്ങയുടെ ഇഷ്ടം നിറവേറണം. Till the last day. അവസാന നിമിഷം വരെ He said, Father, I want to please you. പിതാവേ, എനിക്ക് അങ്ങേ പ്രസാദിപ്പിക്കണം. On the day of baptism, സ്നാനപ്പെട്ട ദിവസം what did God testify about Jesus? യേശുവിനെ പറ്റി പിതാവ് എന്താണ് സാക്ഷ്യപ്പെടുത്തിയത്? My beloved son, in whom I am well pleased. ഇതെന്റെ പ്രിയപുത്രൻ, ഞാൻ അവനിൽ പ്രസാദിച്ചിരിക്കുന്നു. I have a desire for this church. ഈ സഭയെ പറ്റി ഞാൻ അങ്ങനെ ആഗ്രഹിക്കുകയാണ്. I want God to tell Jesus. ഹല്ലേലൂയ. പിതാവ് ദൈവം യേശുവിനെ പറ്റി, ഈ സഭയെ പറ്റി ഇങ്ങനെ പറയണം യേശുവിനോട്. There is a group of people there in Philadelphia. ഫിലഡൽഫിയ ഒരു കൂട്ടം ആളുകൾ, I am pleased with them. ഞാൻ അവരിൽ പ്രസാദിച്ചിരിക്കുന്നു. One day in eternity, ഒരു ദിവസം നിത്യതയിൽ when I stand there, ഞാൻ അവിടെ നിൽക്കുമ്പോൾ I believe I will be handing over my commission to my master. ആമേൻ. എന്റെ നിയോഗം ഞാൻ കർത്താവിന് കൈമാറും. I'll be standing there and saluting him, I believe. ഞാൻ യേശുവിനെ സല്യൂട്ട് ചെയ്തിട്ട് അവിടെ നിൽക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. I said, Lord, whatever you asked me to do, it is finished. കർത്താവേ, എന്നോട് പറഞ്ഞതൊക്കെ ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു. And then I want Jesus to tell me this. അപ്പോൾ യേശു ഇങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Awesome. ഓ, മനോഹരമായിരിക്കുന്നു മോനെ, I'm proud of you. ഞാൻ നിന്നെ പറ്റി അഭിമാനിക്കുന്നു. You said yes to me in every situation. You please me. എല്ലാ സാഹചര്യത്തിലും നീ എന്നോട് അങ്ങനെ തന്നെ എന്ന് പറയാൻ എന്റെ ഇഷ്ടം ചെയ്തു. ഞാൻ നിന്നെ പ്രസാദിച്ചു. Even if you didn't please me, I would have blessed you. ആമേൻ. ഹല്ലേലൂയ. നീ എന്നെ പ്രസാദിപ്പിച്ചിരുന്നില്ലെങ്കിലും ഞാൻ നിന്നെ അനുഗ്രഹിച്ചു. You will never go hungry. നിനക്ക് വിശപ്പുണ്ടാകത്തില്ല. Your daughters will be taken married off royally. നിന്റെ മക്കളുടെ വിവാഹം എല്ലാം നന്നായി നടത്തി തന്നേനെ. You will have all the riches I told you. ഞാൻ നിനക്ക് വാഗ്ദത്തം ചെയ്ത എല്ലാ സമ്പന്നതയും But you ഉണ്ടായേനെ. chose to please me every moment of your life. നിന്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും നീ എന്നെ പ്രസാദിപ്പിക്കാൻ തീരുമാനിച്ചതുകൊണ്ട്. And that is why I began to give you more and more and more ministry. അതുകൊണ്ട് ഞാൻ നിന്റെ ശുശ്രൂഷയെ വർദ്ധിപ്പിക്കാൻ പോകുകയാണ്, അധികമായിട്ട് വർദ്ധിപ്പിക്കും. How many of you know there are promotion levels in ministry? ശുശ്രൂഷയിൽ പ്രൊമോഷൻ ഉണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? That comes when you please him. ദൈവത്തെ നമ്മൾ പ്രസാദിപ്പിക്കുമ്പോഴാണ് ആ പ്രൊമോഷൻ ഉണ്ടാകുന്നത്. Don't be fool people. പ്രിയപ്പെട്ടവരെ, വഞ്ചിക്കപ്പെടരുത്. Because we say to prophecy, or because 50 people came when you preached, that is not it. God is still looking for pleasure. Are you pleasing him? Amen. Are you pleasing him? Amen. Are you pleasing him every day of your life? God will hand over his ministry only to trustworthy people. ആമേൻ, ആമേൻ. എന്തെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടരുത്. നമ്മൾ ചെയ്യുന്നതിലൊക്കെ ദൈവത്തിനെ പ്രസാദിപ്പിക്കുന്നുണ്ടോ, തനിക്ക് വിശ്വസിക്കാൻ കഴിയാവുന്നവരുടെ മേൽ മാത്രമേ തന്റെ ശുശ്രൂഷ ദൈവം അധികമായി പകരുകയുള്ളൂ. The more faithful you are, നിങ്ങൾ അധികം the വിശ്വസനാകുന്ന more you please him, ദൈവത്തെ അധികം പ്രസാദിപ്പിക്കുന്ന he will hand over more of himself to you. ആമേൻ. തന്നെ അധികമായി ദൈവം നിങ്ങളിലേക്ക് തരും. The fullness of the Godhead, ആമേൻ. ദൈവമാകുന്ന ആ തലയുടെ പൂർണ്ണത, the fullness of God, ദൈവത്തിന്റെ പൂർണ്ണത God wants you to have. നിങ്ങൾക്കുണ്ടാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. How many people want to be willing to do that? എത്ര പേർക്ക് അങ്ങനെ ചെയ്യുവാനെ കൊണ്ട് ആഗ്രഹമുണ്ട്? Hallelujah. ഹല്ലേലൂയ. I am thine, oh Lord. If you want to make a commitment, you can stand. No compulsion. നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാം. I have heard thy voice as it told thy love to me. Pray, Lord, make me a fullness, but I long to rise എന്നെ അപൂർണതയാക്കണമേ എന്ന് in the പ്രാർത്ഥിക്കുക. arms of faith and be closer drawn to thee. Draw me nearer, nearer, blessed Lord, to the cross where thou hast died in the fullness, Lord. Draw me nearer, blessed Lord, to thy precious bleeding side. Draw me nearer, blessed Lord, to the cross where thou hast died. Draw me nearer, blessed Lord, to thy precious bleeding side. To thy precious bleeding side. Father, we thank you because the church is the fullness of God. The church is your fullness.
everything of God in essence is here. Everything of God in the bodily form is here because Jesus Christ is the Lord. In our understanding, we declare that Jesus Christ is Lord. In our ministry, we declare that Jesus Christ is Lord. In our future, we declare that Jesus Christ is Lord. In everything, Father, give us a desire to please you. To please you. Help us, Lord, through grace to believe. We thank you for all the people who are here tonight, especially those people who have committed their lives again. We bless them, Lord. Thank you for your fullness. In Jesus' name we pray. Amen. 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 God bless each one of you. We will see you in the evening. Those who